സഹോദരങ്ങളെ, റിച്ചാർഡ് ഡോക്കിൻസ് എന്നു പേരുള്ള ഒരു എത്തീസ്റ്റ്, ഒരു നിരീശ്വരവാദിയായ ഒരു ജേർണലിസ്റ്റ് 2010 ന്യൂസിലാൻഡിൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനത്തിനിടെ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഒരു അത്തീസ്റ്റ് എന്ന നിലയിൽ ഈ ഭൂമിയിലുള്ള എല്ലാ മതങ്ങളെയും വല്ലാതെ വിമർശിക്കാറുണ്ടല്ലോ, പക്ഷെ ഇസ്ലാം മതത്തെ മാത്രം വിമർശിച്ച് കാണുന്നില്ല, എന്താന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു നിമിഷം ഇങ്ങനെ സൈലന്റ് ആയിരുന്ന ശേഷം ഉണർന്നിട്ട് പറഞ്ഞു, ബിക്കോസ് ഓഫ് ഫിയർ, ഐ ആം അഫ്രൈഡ് ഓഫ് ഇസ്ലാം. നമുക്ക് പെട്ടെന്ന് തോന്നും ഒരുപക്ഷെ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് കുറച്ച് സമാധാനമാവും, കാരണം ഞങ്ങളെ വലിയ പേടിയാണല്ലോ ഇയാൾക്ക്, എല്ലാവരെയും പേടിപ്പിക്കാൻ നടക്കുകയാണല്ലോ ഇന്നത്തെ മുസ്ലിങ്ങൾ, അപ്പം വലിയ സന്തോഷമാവും. പക്ഷേ എന്നെപ്പോലെ അല്പം ദൂരെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ലഭിക്കാവുന്ന ഏറ്റവും ശക്തവും രൂക്ഷവുമായ വിമർശനമാണ് നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ് എന്ന പ്രതികരണം. ഇസ്ലാമിനെ ഞങ്ങൾക്ക് പേടിയാണ് എന്ന് ആരെങ്കിലും റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെ ഒരു ചിന്തകൻ പറയേണ്ടി വന്നാൽ ഇസ്ലാമിന് അതിനേക്കാൾ വലിയ ഒരു വിമർശനം വേറെയില്ല എന്നതാണ് സത്യം. അത്രയ്ക്കും വലിയ ഒരു വിമർശനത്തിന്റെ മുൾമുനയിലാണ് ഇന്ന് ഇസ്ലാം എന്നതാണ് സത്യം. പക്ഷേ റിച്ചാർഡ് ഡോക്കിൻസിന് ക്രിസ്ത്യാനികളെ കുറിച്ച് പറയാൻ പേടിയില്ല, ജൂതായിസത്തെ കുറിച്ച് പറയാൻ പേടിയില്ല, ഹിന്ദുയിസത്തെ കുറിച്ച് പറയാൻ പേടിയില്ല, മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമാണ് പറയാൻ പേടി. എഴുതിയവന്റെ കൈവെട്ടുന്ന ഇസ്ലാം പറഞ്ഞവന്റെ നാവ് വെട്ടും. അല്പം നേരത്തെ ഇവിടെ പലരും ചോദിച്ചല്ലോ, ഇനി നാവും പല്ലും കണ്ണും മൂക്കും അല്ലാതെ വേറെ അവയവങ്ങളൊക്കെ ഇല്ലേ, എവിടെയൊക്കെ വെട്ടാമോ അവിടെയൊക്കെ വെട്ടും. അപ്പൊ പേടിക്കണം. എത്ര കാലം ഇങ്ങനെ പേടിപ്പിച്ച് ജീവിക്കാൻ കഴിയും? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് ലോക കുപ്രസിദ്ധമാണ്. പക്ഷേ ഒപ്പം തന്നെ അതിനോട് തുല്യമായി, ഒരുപക്ഷെ അതിനേക്കാൾ ഭയങ്കരമായി നിലനിൽക്കുന്ന മറ്റൊരു ഫോബിയ ഉണ്ട്. അത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഫോബിയയാണ്. ഈ ഭൂമിയിൽ ഒറ്റ മുസ്ലിമിനും സുരക്ഷിതത്വ ബോധമില്ല എന്നതാണ് സത്യം. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറയണം. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഭൂമിയിൽ സുരക്ഷിതത്വ ബോധത്തോടുകൂടി എവിടെയെങ്കിലും സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടോ? ഷാരൂഖ് ഖാന് അമേരിക്കൻ എയർപോർട്ടിൽ സുരക്ഷിതത്വമില്ല. APJ അബ്ദുൽ കലാമിനെ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ മുസ്ലിമായി അംഗീകരിക്കുന്നില്ല, അതാണ് വിരോധാഭാസം. APJ അബ്ദുൽ കലാം മുസ്ലിമാണെന്ന് മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല, പക്ഷെ ഈ പാവത്തിന്റെ പേര് അബ്ദുൽ കലാം എന്നായി പോയത് കൊണ്ട് ആ മനുഷ്യനും പേടിക്കാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് നേടിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങൾ. ഈ ഇസ്ലാമോഫോബിയ ഒരു വശത്ത് മാത്രമല്ല. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അല്പദൂരം ജാമിദ ടീച്ചറുടെ പുറകെ പോകും. ജാമിദ ടീച്ചറുടെ പുറകെ പോകുന്ന പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ആരും, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ല. ജാമിദ ടീച്ചർ ഇവിടെ അവതരിപ്പിച്ച വിഷയത്തിന്റെ പുറകെ അല്പം പോയേ പറ്റൂ. നമ്മൾ ഖുർആനിനെ മാത്രം കേന്ദ്രീകരിച്ച് ഖുർആനിൽ മാത്രമാണോ ഇത്തരം വാചകങ്ങളുള്ളത്? അതൊന്ന് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഇവിടെ മുസ്ലിങ്ങളായാലും മുസ്ലിങ്ങളെ വിമർശിക്കുന്നവരായാലും നിരീശ്വരവാദികളായാലും ഏറ്റവും കൂടുതൽ ഖുർആനിനകത്ത് തീവ്രവാദപരവും ഭീകരവാദപരവുമായ വാചകങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ മറ്റു വേദങ്ങളെ കുറിച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി നോക്കണ്ടേ? ഖുർആനിലുണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവയിൽ ഉണ്ടോ ഇല്ലയോ എന്നെങ്കിലും നോക്കണ്ടേ? അത് പരിശോധിക്കാൻ വേണ്ടി എല്ലാ വേദങ്ങളിലേക്കും ഒരു ചെറിയ എത്തിനോട്ടം. ഞാൻ അധികം സമയം എടുക്കില്ല, കാരണം നിങ്ങൾക്കറിയാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയി സംസാരിക്കുന്ന ആളാണ്. ബട്ട് ഐ നോ ഇറ്റ്സ് ഓൾറെഡി വെരി ലേറ്റ്. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നൊക്കെ വന്നവർക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് വളരെ വേഗം ഞാൻ അവസാനിപ്പിക്കും. ബൈബിളിൽ ചില വാചകങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് തീവ്രവാദമാണോ ഭീകരവാദമാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഫറവോന്റെയും എല്ലാ ഈജിപ്തുകാരുടെയും കടിഞ്ഞൂലുകളെ കർത്താവ് കൊന്നുകളഞ്ഞു. ഒന്നെങ്കിലും മരിക്കാത്ത ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ബൈബിളിലെ ഒരു വചനമാണ് പുറപ്പാടിലെ 12:12. കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചതിനെ 3000 ഇസ്രായേലിയരെ കർത്താവ് കൊല്ലിച്ചു. പുറപ്പാട് 32:27-28. തന്റെ കുഞ്ഞിനെ മറ്റു ദേവന് കൊടുക്കുന്നവനെ കൊല്ലണം എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. ലേവ്യർ 20:2. വ്യഭിചാരത്തിനും ഹോമോസെക്ഷുവാലിറ്റിക്കും എല്ലാവിധ വിവാഹേതര ലൈംഗികതക്കും
വധശിക്ഷ നൽകണം എന്ന് ലേവ്യർ 20:10 മുതൽ 16 വരെ പറയുന്നു. കർത്താവിന്റെ നാമം ദുഷിക്കുന്നവരെ അവർ വിദേശിയാണെങ്കിലും കല്ലെറിഞ്ഞു കൊല്ലണം. 100 അന്യമതസ്ഥരെ നേരിടാൻ നിങ്ങൾ 5 പേര് മതിയെന്ന് വിശ്വാസികളോട് കർത്താവ് പറയുന്നു. 10,000 അന്യമതസ്ഥരെ നേരിടാൻ നിങ്ങൾ 100 പേര് മതി കർത്താവ് പറയുന്നു. 6,03,550 പേരടങ്ങുന്ന യോദ്ധാക്കളെ കർത്താവ് തയ്യാറാക്കി വെച്ചു അന്യമതസ്ഥരെ നേരിടാൻ. സംഖ്യാപുസ്തകം. കർത്താവിന്റെ ജനം കീഴടക്കുന്ന എല്ലാ ജനങ്ങളെയും കൊല്ലണം. ആവർത്തനം. അവരുടെ ദേവന്മാരെ അഗ്നിയിൽ ദഹിപ്പിക്കണം. അന്യദേവന്മാരെ സേവിക്കാൻ നിന്റെ മകനോ നിന്റെ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ പറഞ്ഞാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ബൈബിളിന്റെ വചനമാണ്. വധശിക്ഷയ്ക്ക് വിധിച്ചവനെ കൊല്ലാൻ മടിക്കുന്നവനെ കൊല്ലണം. വധശിക്ഷയ്ക്ക് വിധിച്ചവനെ കൊല്ലാൻ തയ്യാറാവാത്തയാളെ കൊല്ലണം. മനസ്സിലാക്കണം. വിശ്വാസികൾ കീഴടക്കുന്ന രാജ്യത്തെ മുഴുവൻ പുരുഷന്മാരെയും കൊല്ലുക. പുരുഷന്മാരെ മാത്രം. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടാവും, പക്ഷെ ബൈബിളിൽ നിന്നല്ല, ഇത് ഖുർആനിൽ നിന്നാണ് കേട്ടത്. ഇത് മറ്റു പലയിടത്തുനിന്നാണ് കേട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അവിടെയുമുണ്ട്. എന്താ? വിശ്വാസികളെ കീഴടക്കുന്ന രാജ്യത്തെ മുഴുവൻ പുരുഷന്മാരെയും കൊല്ലുക. സ്ത്രീകളെയും കുട്ടികളെയും എന്താ ചെയ്യേണ്ടത് അറിയാലോ. അവരുടെ സ്വത്തുക്കൾ കൊള്ള മുതലായി സ്വീകരിക്കുക. ആവർത്തന പുസ്തകം. യേശുവിന്റെ കൽപ്പന പ്രകാരം ഹായിയിലെ രാജാവിനെ യോശുവ കൊന്നു കെട്ടിത്തൂക്കി. 12,000 പേരെ കൊന്നു. മുതലുകൾ കൊള്ള ചെയ്തു. കർത്താവിന്റെ പെട്ടകത്തിൽ നോക്കിയതിനെ 50,070 പേരെ കർത്താവ് കൊല്ലിച്ചു. ഒന്ന് നോക്കിയതേ ഉള്ളൂ. കേട്ടില്ലേ? എന്നിട്ട് ഇത് അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണെന്നറിയാമോ? കർത്താവ് കൊന്നവരുടെ കാര്യം മുഴുവൻ വിവരിക്കാൻ ബൈബിൾ തികയാത്തതിനാൽ 31 പേരുടെ ലിസ്റ്റ് കൊടുത്തുകൊണ്ട് കർത്താവ് അത് അവസാനിപ്പിച്ചു. ഈ ബൈബിള് തന്നെ തികയാത്ത അത്രയും ആൾക്കാരെ കർത്താവ് കൊല്ലുകയും കൊല്ലാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കണം. ഞെട്ടിപ്പോയോ എല്ലാവരും? ഇത്രയും കാലം നമ്മൾ കണക്കൂട്ടിയത് ഖുർആനിലേ ഉള്ളൂ ഇതെന്നാ. ഒരു വിഷമമായിരുന്നു ഇതാരോടൊക്കെ പറയാൻ. ഇനി നമ്മൾ അപ്പുറത്ത് മാറി നമുക്ക് കൂടുതൽ പരിചയമുള്ള ഹിന്ദുയിസത്തിലേക്ക് പോയാലോ? നേരത്തെ ടീച്ചർ ഇവിടെ പറഞ്ഞ പോലെ ഭഗവത്ഗീത ആയാലും രാമായണമായാലും മുഴുവൻ യുദ്ധചരിത്രമാണ്. യുദ്ധത്തിന്റെ ചരിത്രം മാത്രമാണ് അതിൽ പറയാനുള്ളത്. ശ്രീരാമനും സംഘവും രാവണനും സംഘവും തമ്മിലുള്ള യുദ്ധം രാമായണം. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം പങ്കെടുക്കുന്ന യുദ്ധം. ജടായുവിന്റെ ചിറകരിഞ്ഞ യുദ്ധം ഇല്ലേ? കുരങ്ങന്റെ രൂപത്തിൽ, കുരങ്ങനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്റെ തല പോവും, ആ രൂപത്തിലുള്ള ഹനുമാൻ പങ്കെടുക്കുന്ന യുദ്ധം. ഇതൊന്നും ഭീകരതയല്ലേ? ചോരപ്പുഴകളുടെ കഥകളാണ് ഇതിനെല്ലാത്തിനും പറയാനുള്ളത്. മഹാഭാരതമാണെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധം. കൊട്ടിഘോഷിക്കപ്പെടുന്ന ഭഗവത്ഗീത, ഗീതോപദേശം എന്ന് പറയുന്നത് പോലും അർജുനൻ സ്വന്തം സഹോദരങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്നപ്പോ അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമാണ്. എങ്ങനെ കൊല്ലണം, എവിടെ വെട്ടിക്കൊല്ലണം, എങ്ങനെ അമ്പെയ്താൽ അയാൾക്ക് തടയാൻ കഴിയാതിരിക്കും. ഇത്തരം ഉപദേശങ്ങൾ ഖുർആനിൽ പറയുന്നു എന്ന് പറയാറില്ലേ? അവന്റെ ഇടത് കൈയും വലത് കാലും വെട്ടണം, പതിയിരുന്ന് വെട്ടണം. ഇതൊക്കെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നതായി കാണാം. കൃത്യമായും അർജുനൻ മടിച്ചു നിൽക്കുകയാണ്. ശ്രീരാമന്റെ വനവാസം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതൊരു ഭീകരതയാണ്. രാമന്റെ ഭാര്യ, പൂർണ്ണ ഗർഭിണിയായ ഭാര്യ, ഒരു സംശയത്തിന്റെ പേരിൽ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അത് ഭീകരതയല്ലേ? ഭീകരതയാണ്. സോമരസം എന്ന് പറയുന്ന അമൃത്, ശിവപുരാണത്തിൽ പറയുക, അമൃത് എന്ന് പറയുന്നത് ജനങ്ങളെ രക്ഷിക്കാനുള്ളതാണ്. പക്ഷേ എല്ലാ നന്മകളും ദുഷിച്ചു പോയാൽ നന്മയോളം ചീത്ത മറ്റൊന്നില്ല. പണ്ടൊരു സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നട്ടലുള്ളവൻ നാറിയ പരനാറിയാകും. നട്ടുള്ളവൻ നാറിക്കഴിഞ്ഞാൽ അവനോളം വലിയ നാറി വേറെ ഉണ്ടാവില്ല. അതുപോലെയാണ് വലിയ നന്മ, അത് മോശമായാൽ അതിനോളം മോശമായ ഒരു ചീത്ത വേറെ ഉണ്ടാവില്ല.
ആ സോമരസം എന്ന് പറയുന്ന ജനങ്ങളെ രക്ഷിക്കാൻ, അവരുടെ ജീവൻ രക്ഷിക്കാൻ, അവരുടെ ആയുസ് ഇരട്ടിയാക്കാൻ, അവരുടെ സൗഭാഗ്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഈ കാര്യങ്ങളൊക്കെ ഇത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ്, ഇതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ശിവൻ യുദ്ധം ചെയ്യുന്നത് തന്നെ. ശിവന്റെ യുദ്ധം പോലും അതിനു വേണ്ടിയായിരുന്നു. ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, ശ്രീകൃഷ്ണൻ 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മുഹമ്മദ് നബിക്ക് ഭാര്യമാരുണ്ടായിരുന്നു എന്നതിന്റെ പേരിൽ നിയമമുണ്ടാക്കാൻ സമരം ചെയ്തപ്പോൾ 16,008 വേണ്ടി ആരും സമരം ചെയ്തിട്ടില്ല. എന്താണ് ഈ വിരോധാഭാസം? അവിടെയാണ് എന്റെ പോയിന്റ്. മനുസ്മൃതി വേദം കേൾക്കുന്ന താഴ്ന്ന ജാതിക്കാരന്റെ ചെവിയിൽ ഈയം ഉരുക്കിയൊഴിക്കണം എന്ന് പറഞ്ഞതിനോളം വലിയ ഒരു ഭീകരത മറ്റെവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ഒരു വേദം കേട്ടതിന്റെ പേരിൽ ചെവിയിൽ ഈയം ഉരുക്കിയൊഴിക്കണം എന്ന് പറയുമ്പോൾ അതിനോളം വലിയ ഭീകരത നമ്മൾ കേട്ടിട്ടില്ല. ഇതിനെയൊക്കെ താരതമ്യം ചെയ്യുന്ന ഭീകരതകൾ ഖുർആനിലുമുണ്ട്. ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തമായി ഒന്ന് പറയട്ടെ, അവ ഉള്ളത് വ്യാഖ്യാനങ്ങളിലാണ്. ഈ പറയുന്ന ബൈബിളിലുമല്ല, ഭഗവത്ഗീതയിലുമല്ല, രാമായണത്തിലുമല്ല, ഖുർആനിലുമല്ല. അതിനെ തെറ്റായി ധരിച്ച വ്യാഖ്യാനങ്ങളിലാണ് ഇതുള്ളത്. വൈദ് അഖദനാ മീസാഖക്കും വറഫൈനാ ഫൗഖക്കും അത്തൂറ ഖുദൂ മാ ആതൈനാകും ബിഖുവ. ഖുർആനിന്റെ ആയത്താണ്. വൈദ് അഖദനാ മീസാഖക്കും വറഫൈനാ ഫൗഖക്കും അത്തൂറ. നിങ്ങളുടെ തലകളുടെ മുകളിൽ ഞാൻ, ദൈവം പറയുകയാണ്, അള്ളാഹു പറയുകയാണ്, നാം മലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്റെ ഈ കരാറിനെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് ദൈവം ആജ്ഞാപിച്ച ഒരവസരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. അതിനോളം വലിയൊരു ഭീകരത വേറെ പറയാനുണ്ടോ? പിന്നെ എന്തിനാ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്? ദൈവം തന്നെ മലയെടുത്തിട്ട് ജനങ്ങളുടെ തലക്ക് മുകളിൽ പിടിച്ചിട്ട് പറയാണ്, ഞാൻ പറയുന്നത് സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പം നിന്നെ കൊല്ലും, ഈ മല നിന്റെ തലയിലിട്ടിട്ട് കൊല്ലും. അങ്ങനെയല്ലേ ഇന്നത്തെ അതിന്റെ വ്യാഖ്യാനം? അതല്ലേ ഇന്നത്തെ അതിന്റെ അർത്ഥം? ഇവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് പ്രശ്നം, എല്ലാ വേദങ്ങളുടെയും പ്രശ്നം. നിങ്ങൾ എന്ത് ചിന്തിച്ചു നോക്കൂ. ഇത്രയധികം ഭീകരത നേർക്കുനേരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ബൈബിളിന്റെ വക്താക്കൾ തലവെട്ടാൻ നടക്കുന്നില്ല, അവർ വാളേന്തി നടക്കുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെയാണ് പ്രശ്നം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യങ്ങളെ ആശയപരമായോ നന്മയുടെ കണ്ണിലൂടെയോ നോക്കിക്കാണാനുള്ള ഒരു വൈമനസ്യം നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥലങ്ങളിൽ ദൈവം മല നമ്മുടെ തലമുകളിൽ പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ദൈവം അത് കഴിഞ്ഞ ഉടനെ പറയുകയാണ്, ഖുദൂമാ ആതൈനാകും ബിഖുവത്തിൻ. നാം നിങ്ങളുടെ നേരെ നീട്ടിയ സാധനം അതെന്താ? ഈ മല. അതിനെ നിങ്ങൾ അതിശക്തമായി പിടിച്ചുകൊള്ളുക. അതേ ആയത്തിൽ ദൈവം പറയുമ്പോൾ അവിടെ പിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മലയെയല്ല, മലയെപ്പോലെ അതിശക്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെയാണ് നിങ്ങളുടെ നേരെ ദൈവം നീട്ടിപ്പിടിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയെടുത്താണ് ഇസ്ലാം ഭീകരവാദത്തിന്റെ പക്ഷത്തേക്ക് നീങ്ങിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെയാണ് ഇസ്ലാം ഭീകരവാദത്തിന്റെ പക്ഷത്തേക്ക് നീങ്ങിയത്. അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. പക്ഷെ ഇന്നേ വരെ ആരും അരിയെറിഞ്ഞിട്ട് കാക്കയെ എണ്ണാൻ പോയിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? 1000 എണ്ണം ഉണ്ടോന്ന്? ഇല്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വായിച്ചാലും ബൈബിൾ വായിച്ചാലും ഭഗവത്ഗീത വായിച്ചാലും അതിൽ പറഞ്ഞിരിക്കുന്ന അക്ഷരങ്ങളെയും അക്കങ്ങളെയും അങ്ങനെ തന്നെ കണക്കാക്കി എണ്ണിത്തിട്ടപ്പെടുത്താൻ നടക്കുകയാ. അതിലെ നന്മ, അതിലെ സൂചന, അതിലെ ആശയങ്ങൾ, അതിലെ മേന്മകൾ അത് കണ്ടെത്താൻ ശ്രമിക്കാത്തയിടത്ത് മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്നു. ആ നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് മനുഷ്യൻ പിശാചായി മാറുന്നത്. നിന്റെ ഉള്ളിലുള്ള പൈശാചികതയെ, നിന്റെ ഉള്ളിലുള്ള ചീത്ത നഫ്സിനെ ഉണർത്താൻ അത് കാരണമായി തീരുന്നു. കാരണം നല്ല നഫ്സിനെ ഉണർത്താൻ നിനക്ക് കഴിയുന്നില്ല. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ നഫ്സിനെ കൊല്ലണം. ഫഖ്തുലു അൻഫുസകും വലാ തഖ്തുലു അൻഫുസകും മറ്റൊരിടത്ത് പറഞ്ഞു. ഫഖ്തുലു അൻഫുസകും എന്നും പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസകും എന്നും പറഞ്ഞു. ഇത് വൈരുദ്ധ്യമില്ല എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഖുർആനിനകത്ത് പ്രത്യക്ഷ വായന മാത്രമേ പാടുള്ളൂ എന്ന് ധരിക്കുന്നവർക്ക് തികഞ്ഞ വൈരുദ്ധ്യമാണിത്. ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത് നീ നിന്റെ നഫ്സിനെ കൊല്ലണം,
മറ്റിടത്ത് പറഞ്ഞിരിക്കുന്നത് നിന്റെ നഫ്സിനെ നീ കൊല്ലാൻ പാടില്ല എന്നാണ്. എന്താ ഈ നഫ്സ്? അവിടെ നിന്റെ ചീത്ത ചിന്തകളാകുന്ന നഫ്സിനെ നീ കൊല്ലണം, ഇല്ലായ്മ ചെയ്യണം. പകരം നിന്നിലെ നന്മയാകുന്ന നിന്നെ നീ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ ആശയത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് എപ്പോ കഴിയാതെ പോയോ അപ്പൊ ഇസ്ലാം അല്ലാതായി പോയി. അതാണ് വിഷയം. എന്നിട്ടിപ്പോ എവിടെ എത്തി നിൽക്കുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദൈവം നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷ്യബോധം, നമ്മുടെ മനസ്സുകളെ തന്നെ നിത്യേന നാം പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു മുദ്രാവാക്യം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. പക്ഷേ നമ്മൾ ഇന്നത് പറയുമ്പോഴും അത് ചൊല്ലുമ്പോഴും നമ്മുടെ ഉള്ളിലും നമ്മുടെ കാഴ്ചപ്പാടിലും ഞാനും എനിക്ക് വേണ്ടപ്പെട്ടവരുമാണ്, ആത്തിനായിലെ ഞങ്ങളാണ്, അത് നമ്മളെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാതെ പോയെടുത്ത് അവിടെയാണ് ഈ വ്യത്യാസമുണ്ടായത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിശാലത അതിനേക്കാൾ വിശാലമാണ് യഥാർത്ഥത്തിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ. എന്താ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ വരുന്നുള്ളൂ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ എന്നിടത്ത് ആ ആതിന എന്ന് പറഞ്ഞതിലെ നമ്മൾ എന്നുച്ചരിച്ചാൽ ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളുമാണത്. സകല ചരാചരങ്ങൾക്കും നന്മ സംഭവിക്കട്ടെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് ഇന്നും സംഭവിക്കണം, നാളെയും സംഭവിക്കണം. ഫിദ്ദുനിയാ വൽ ആഖിറ. അപ്പോ ഇതിനേക്കാൾ വിശാലമായ ഒരു കാഴ്ചപ്പാടിനെ നമ്മുടെ വിവരക്കേട് കൊണ്ട് എവിടെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു നമ്മളെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഭീകരത എവിടെയാ കിടക്കുന്നതെന്ന്. ഭീകരത കിടക്കുന്നത് വേദങ്ങളിലല്ല. ഭീകരത കിടക്കുന്നത് വേദങ്ങളെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്ന, എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലായി എന്ന് ഭാവിക്കുന്ന നമ്മളുടെ മനസ്സുകളിലാണ് ഇതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിന്ന് വന്ന് എവിടെ വരെ എത്തി? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ആടിനെ മേയ്ക്കാൻ ആൾക്കാർ പോകുന്നിടത്തോളം എത്തി. രക്ഷപ്പെടാൻ പറഞ്ഞത് അവസാനം ആടിനെ മേയ്ക്കാൻ പോയത്. ആടിനെ മേയ്ക്കാൻ എന്താ? ഇവിടെ കോഴിക്കോട് സ്ഥലമില്ലേ, കണ്ണൂർ സ്ഥലമില്ലേ, ഇവിടെ ആടില്ലേ, പുല്ലില്ലേ? ഇവിടെ ഇതൊന്നും ഇല്ലാത്ത മരുഭൂമിയിലാണ് ആടിനെ മേയ്ക്കാൻ പോകേണ്ടത്. എന്ത് പറ്റി? ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ട്? ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്നറിയോ? ഖുർആൻ ഭീകരമാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഇത്തരം വചനങ്ങളുണ്ട്. പക്ഷെ എല്ലാ വേദഗ്രന്ഥങ്ങളെയും വ്യാഖ്യാനിച്ചെടുത്തും അതിന്റെ ഇന്റർപ്രിട്ടേഷനിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ അബദ്ധങ്ങളാണ് മനുഷ്യനെ ഭീകരജീവികളാക്കി മാറ്റുന്നത്. അത് ചെറിയ അളവിൽ എല്ലാ മതങ്ങളിലുമുണ്ട്, പക്ഷേ ഇസ്ലാമിൽ കൂടുതലായിപ്പോയി. ഈ സത്യം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഉണ്ട്, ധാരാളമായുണ്ട്. ജീവനോടെ മനുഷ്യരെ കെട്ടി കേജുകളിലാക്കിക്കൊണ്ട്, ഇരുമ്പ് കൂടുകളിലാക്കിക്കൊണ്ട് വെള്ളത്തിൽ താഴ്ത്തുന്നവരുണ്ട്. ജീവനോടെ തൊലിയെറിയുന്നവരുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അവസാനമായി കഴിഞ്ഞ ആഴ്ച ഞാൻ ഫേസ്ബുക്കിൽ ഒരു എക്സ്പ്ലനേഷൻ കേട്ടു. ഇപ്പൊ ഇവിടെ ജാമിദ ടീച്ചർ പറഞ്ഞില്ലേ നേരത്തെ, അന്യമതസ്ഥരെ നോക്കി ചിരിക്കുന്നത് പോലും സൂക്ഷിക്കണം എന്നൊരു വാക്ക് കേട്ടപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്നൊരാൾ പറഞ്ഞു. പണ്ഡിതൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അത് പറഞ്ഞപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത് എന്ന് വ്യക്തമായി കേൾക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ കേട്ടു. ആ മനുഷ്യൻ പറഞ്ഞ ചില പോയിന്റുകൾ, ചില വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അതേപോലെ അവതരിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? അത് ആ മനുഷ്യനെ അതിലേക്ക് എത്തിച്ചത് ഈ വ്യാഖ്യാനങ്ങളാണ്, ചില ശൈഖന്മാരുടെ പുസ്തകങ്ങളാണ്. ഖുർആനല്ല ആ മനുഷ്യൻ വിഷയമാക്കിയിരിക്കുന്നത്. പകരം ഖുർആനാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു കൊടുത്ത ചില ശൈഖന്മാരുടെ പുസ്തകം. ആ മനുഷ്യന്റെ പേര് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ മനുഷ്യൻ ഒരിക്കലും ശരി കണ്ടിട്ടില്ല എന്നതാണ് സത്യം. ശരിയല്ല ആ മനുഷ്യൻ കണ്ടത് ശരിയാണെന്ന് തോന്നിപ്പോയതാണ് ആ മനുഷ്യന്. എനിക്ക് അദ്ദേഹത്തോട് സത്യത്തിൽ സഹതാപമാണ്. വൈരാഗ്യമല്ല, ശത്രുതയല്ല, സഹതാപമാണ്.
അറിവില്ലാത്തവരോട് തോന്നേണ്ട സഹതാപം. പക്ഷേ ആ മൗഢ്യം ജനങ്ങൾക്ക് ആപത്തും വിപത്തും ഒപ്പം തന്നെ ജനങ്ങളുടെ മേൽ നിപതിക്കാനിരിക്കുന്ന ഒരു വൻ ദുരന്തവുമായി മാറുമ്പോൾ ആ മനുഷ്യൻ മൂഢനായാലും അറിവില്ലാത്തവനായാലും പിടിച്ചു കെട്ടിയേ പറ്റൂ. അത് സമാധാനം ആഗ്രഹിക്കുന്നവന്റെ ബാധ്യതയാണ്. സമാധാനം ആഗ്രഹിക്കുന്നവനെയാണ് ഖുർആൻ മുഅ്മിനെന്നും മുസ്ലിമെന്നും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിമിന്റെയും മുഅ്മിനിന്റെയും ബാധ്യതയാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭീകരതയോടൊപ്പം ഇസ്ലാമിന്റെ പേരിൽ പോകുന്നവന്റെ കൂടെ ഞാനില്ല. നിങ്ങളുണ്ടോ? ഒച്ചത്തിൽ പറയണം, ഉണ്ടോ ഇല്ലയോ? അതാണ് വിഷയം. വെറുതെ കുറെ കാര്യങ്ങൾ കേട്ടിട്ട് പോയത് കാര്യമില്ല. ഇതൊരു മൂവ്മെന്റായി മാറണം. ഇസ്ലാം എന്താണെന്ന് ജനങ്ങൾ അറിയണം. യഥാർത്ഥ ഇസ്ലാം. ഖുർആൻ വിമർശിക്കപ്പെടാവുന്ന ഒരു ഗ്രന്ഥമല്ല. വിമർശനം പാടില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. വിമർശിക്കപ്പെടേണ്ടത് അതിനകത്തില്ല എന്നാണ്. ആർക്കും വിമർശന ബുദ്ധിയ പരിശോധിക്കാം. വിമർശന ബുദ്ധിയ ആർക്കും ഖുർആൻ തുറന്ന് പരിശോധിക്കാം. ഖുർആൻ മുസ്ലിമെന്ന് മതം മാറിയവനെ വുളൂ ചെയ്ത് തുറന്നു നോക്കാനുള്ള ഗ്രന്ഥമല്ല, ജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള ഗ്രന്ഥമാണ്. വിമർശന ബുദ്ധിയോടെ പരിശോധിക്കാനുള്ള ഗ്രന്ഥമാണ്. അങ്ങനെ പരിശോധിച്ച് നിഷ്പക്ഷമായി പരിശോധിക്കുന്നവനെ വിമർശിക്കാവുന്നതായി ഖുർആനിനകത്തൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ എന്നിട്ടും ഇന്നെന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു? അവിടെയാണ് വിഷയത്തിന്റെ കാതൽ. വിമർശിക്കപ്പെടാൻ കാരണം അതിന് തെറ്റായ പല വ്യാഖ്യാനങ്ങളും. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ CN അഹമ്മദ് മൗലവിയെ സംബന്ധിച്ച്. എന്റെ സംശയം പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഈ ഖുർആനിന് വ്യാഖ്യാനം നൽകിയത് റസൂലാണെങ്കിൽ അതിനുശേഷം എന്തിന് പിന്നെ വേറൊരു വ്യാഖ്യാനം ഉണ്ടാക്കി? എന്തിന് CN അഹമ്മദ് മൗലവി വ്യാഖ്യാനം എഴുതി? എന്തിന് അമാന മൗലവി വ്യാഖ്യാനം എഴുതി? എന്തിന് മൗദൂദി വ്യാഖ്യാനം എഴുതി? എന്തിന് പന്താവൂരി വ്യാഖ്യാനം എഴുതി? എന്തിന് കൂറ്റനാട് വ്യാഖ്യാനം എഴുതി? റസൂല് പറഞ്ഞതോ എഴുതിയതോ ആയ വ്യാഖ്യാനത്തെ പ്രസിദ്ധീകരിച്ച പോരെ? അതിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയാമോ? ഇവർക്ക് തന്നെ ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എഴുതുകയാണിത്. ആ വ്യാഖ്യാനങ്ങൾ ഉരുത്തിരിയുന്നത് ഇത്തരം ആൾക്കാരുടെ വാക്കുകളിലൂടെയാണ്. അതിനവർ ആദ്യം എടുക്കുന്ന മുൻകൂറായ ഒരു ജാമ്യമുണ്ട്. ഖുർആൻ തിരിയൂല, എല്ലാവർക്കും തിരിയൂല. മുൻകൂറായി എടുക്കുന്ന ജാമ്യം അത് ഞമ്മക്കേ തിരിയൂ. ഈ ഞമ്മളാരാ? ഇവര് കുറച്ച് ആൾക്കാരാണ്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു മറുപടിയുണ്ട്. എന്താണത്? ഒരു പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറർ ആ പ്രൊഡക്റ്റിന്റെ യൂസറെ സംബന്ധിച്ച് വിഭാവനം ചെയ്യുന്ന ഒരു ഭാവനയുണ്ട്. കഴിഞ്ഞ ദിവസം ഐഫോൺ S7 കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ കൂടെ എന്ത് വരും? ഒരു യൂസേഴ്സ് മാനുവൽ വരും. ആ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ലോഞ്ച് ചെയ്യുമ്പോൾ കമ്പനി കരുതുന്നത് ഇത് വാങ്ങുന്നവനൊക്കെ ഇതിനകത്ത് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, എന്തൊക്കെ യൂസേജ് ഉണ്ട്, എന്തൊക്കെ ഇത് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണമെന്നാണ്. ശരിയാണോ തെറ്റാണോ? ആണ്. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, ഐഫോണൊന്നും ആവണ്ട, സാധാരണ മൊബൈൽ ഫോൺ, എല്ലാം അതിലുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ അറിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂടെ? എത്ര പേരുണ്ട്? വളരെ കുറച്ചു പേരേ ഉള്ളൂ. ഇത് ആരുടെ കുറവാ? കമ്പനിയുടെ കുറവാണോ? ഫോണിന്റെ കുറവാണോ? എന്റെ കുറവാണോ? എന്നതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി, ആ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകാത്തതൊന്നും ഖുർആനിലില്ല. അതിന്റെ ഇടയിൽ ഒരു വ്യാഖ്യാതാവും കടന്നു വരേണ്ടതില്ല. വലഖദ് യസ്സർനൽ ഖുർആന ലിസിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. റബ്ബിന്റെ വചനമാണ്, സൃഷ്ടാവിന്റെ വചനമാണ്. അതിനെ മറികടന്നുകൊണ്ട് ഇത് തിരിയില്ല എന്ന് പറയാൻ ആർക്കാണ് യോഗ്യത? എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. നിങ്ങൾക്ക് തിരിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിച്ചില്ല പൂർണ്ണമായും. ദൈവം പ്രതീക്ഷിക്കുന്നത്, ദൈവം താല്പര്യപ്പെടുന്നത്, ദൈവം കൽപ്പിക്കുന്നത് നിങ്ങളോട് നിങ്ങളുടെ ബുദ്ധി പൂർണ്ണമായി ഉപയോഗിക്കാനാണ്. ഖുർആനിന്റെ മുമ്പിൽ നിങ്ങളുടെ ബുദ്ധി പൂർണ്ണമായി ഉപയോഗിച്ചാൽ ഈ ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ചോദിച്ചത് അഫലാ യതദക്കറൂൻ അഫലാ യതദബ്ബറൂൻ. ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെ ദൈവം പേരിട്ട് വിളിക്കുന്നു, യാ ഉലിൽ അൽബാബ്, യാ ഉലിൽ അൽബാബ്. അകക്കാമ്പുള്ളവനെ എന്നാണ് അതിന്റെ അർത്ഥം.
ചിന്തിക്കാത്തവന് അകക്കാമ്പില്ല എന്നർത്ഥം. അകക്കാമ്പില്ലാത്തവന് ഖുർആൻ മനസ്സിലാവില്ല, അകക്കാമ്പില്ലാത്തവന് മനസ്സിലാവില്ല. അത് നിന്റെ അകക്കാമ്പിന്റെ ദോഷമാണ്, നിന്റെ ബുദ്ധി നീ ഉപയോഗിക്കാത്തതിന്റെ ദോഷമാണ്, ഖുർആനിന്റെ ദോഷമല്ല. ആ കുറവ് ഖുർആനിന്റെ തലയിൽ കെട്ടിവെക്കാൻ അനുവദിക്കരുത്. ഖുർആൻ തിരിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെന്തിന് ദൈവം അവതരിപ്പിച്ചു എന്ന് ചോദിക്കണം. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യ എന്നും വിളിച്ചുകൊണ്ട് ദൈവം സംസാരിച്ചത് ഒരു മനുഷ്യനാണോ, ഒരു മനുഷ്യനോടാണോ, ഭൂമിയിലെ മനുഷ്യരോടാണോ? ഭൂമിയിലെ മുഴുവൻ മനുഷ്യരോടുമാണെങ്കിൽ മുഴുവൻ മനുഷ്യർക്കും ഇത് മനസ്സിലാവും. പക്ഷേ മനസ്സിലാകാതെ പോയത് ബുദ്ധി ഉപയോഗിക്കാതെ പോയത് കൊണ്ടാണ്. എന്നിട്ട് ഈ മനുഷ്യൻ കുറെ വിഡ്ഢിത്തങ്ങൾ, 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിഡ്ഢിത്തങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഈ 1.5 മണിക്കൂർ അത് മുഴുവൻ ഞാനിവിടെ പറയാൻ പോകുന്നില്ല. എന്താ പറഞ്ഞത്? വസ്ത്രധാരണത്തിലും സംസാരത്തിലും വ്യവഹാരത്തിലും സാമ്യം പുലർത്തരുത്. അമുസ്ലിങ്ങളോട് വസ്ത്രധാരണത്തിലും വ്യവഹാരത്തിലും സംസാരത്തിലും. അതാണ് പണ്ട് താടി ഇങ്ങനെയായതും മീശ അങ്ങനെയായതും ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. മുസ്ലിമിനെ കണ്ടാൽ വേറെ തന്നെ തിരിച്ചറിയണം, ഹിന്ദുവിനെ കണ്ടാൽ വേറെ തന്നെ തിരിച്ചറിയണം. രണ്ടുപേരെ വേറെ വേറെ നിർത്തുക. ഒരു ക്രിസ്ത്യൻ പാതിരി കുറച്ചു നാൾ മുമ്പ് ഒരു പ്രസംഗം നടത്തുന്നത് ഞാൻ കേട്ടു. ഇതിന്റെ ഒരു പതിപ്പാണ്, അപ്പുറത്തുള്ള പതിപ്പാണത്. ഇതെല്ലാത്തിലും ഉണ്ട് കേട്ടോ, ഒന്നിലല്ല, അപ്പുറത്തുണ്ട്. അയാൾ പറയാണ് ഇന്ത്യൻ പതാകയിൽ മേലെ കുങ്കുമം. കുങ്കുമം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അത് ആക്രമണത്തിന്റെ പ്രതീകമാണ്. മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? അടിയിലിരിക്കുന്നത് പച്ച, അത് സമൃദ്ധിയുടെ പ്രതീകമാണ്. പണമുണ്ട്, ബുദ്ധിയില്ല. അയാൾ പറഞ്ഞതാ, ഞാൻ പറഞ്ഞല്ല കേട്ടോ. ആർക്കാ? മധ്യത്തിലിരിക്കുന്നത് വെള്ള, അത് നമ്മളാണ്. അയാൾ പറയാ അത് നമ്മളാണ്. എന്താ കാരണം? അതിലാണ് അശോക ചക്രം, അതിലാണ് അധികാരം. എന്നിട്ട് ഈ നമ്മളിൽ അശോകചക്രം പതിപ്പിച്ചു തന്ന കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഇതിന്റെ മറ്റൊരു പതിപ്പാണത്. ആണോ അല്ലയോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഒരു പക്ഷം ചേർന്ന് സംസാരിക്കേണ്ട ബാധ്യതയില്ല. ഖുർആനിന്റെ പക്ഷം ചേരുക, മനസ്സിലാക്കണം. വേദത്തിന്റെ പക്ഷം ചേരുക, ദൈവത്തിന്റെ പക്ഷം ചേരുക, മനസ്സിലാക്കണം. പണ്ട് അബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുണ്ട്, ദൈവം നിങ്ങളോടൊപ്പമാണെന്ന് നിങ്ങൾ ധരിക്കുന്നു. പക്ഷെ അതല്ല പ്രശ്നം. ദൈവത്തിന് ആരുടെയെങ്കിലും പക്ഷം ചേരേണ്ട ബാധ്യതയില്ല. പ്രശ്നം ഇവിടെ നിങ്ങൾ ദൈവത്തിന്റെ പക്ഷത്താണോ എന്നതാണ് പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് ആരുടെയെങ്കിലും പക്ഷം ചേരേണ്ട ആവശ്യമില്ല. എന്റെ ചോദ്യം, നിങ്ങൾ ദൈവത്തിന്റെ പക്ഷത്താണോ? എന്താ മറുപടി പറയാത്തത്? ആണോ? അതാണ് ചോദ്യം. ഈ മറുപടി നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് പറയേണ്ടതാണ്. നിങ്ങൾ ദൈവത്തിന്റെ പക്ഷത്താണോ? മനസ്സിലാക്കണം. എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, സംസാരം പോലും അമുസ്ലിങ്ങളെ പോലെ പാടില്ല. അതാണ് അവസാനം ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയായത്. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ. എന്നിട്ട് ഇപ്പൊ ആ നരകത്തിലെ ഭാഷ പഠിക്കാൻ ഓടുക ഇവര്. അപ്പൊ ഇവരൊക്കെ നരകത്തിൽ പോകാൻ തീരുമാനിച്ചു തോന്നുന്നു. ഇപ്പൊ ആ ഭാഷ പഠിക്കാൻ ഓടുക. രണ്ടാമത് പറയാണ്, കാഫിറിന്റെ നാട്ടിൽ സ്ഥിരതാമസം താല്പര്യപ്പെടരുത്. കാഫിറിന്റെ നാട്ടിൽ സ്ഥിരമായി താമസിക്കാൻ താല്പര്യപ്പെടരുത്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ആ വോയിസ് ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. ആ മനുഷ്യൻ ആ വാചകം അവസാനിപ്പിക്കുന്നത്, അത് ഇന്ത്യയായാൽ പോലും. ഇവിടെയാണ് ആടിനെ തപ്പി യമനിലേക്ക് പോയവരുണ്ടായിരിക്കുന്നത്. ഈ മനുഷ്യരാണ് അവരുടെ ഗൈഡൻസ്. ഇവരാണ് അവരെ യമനിലേക്ക് അയച്ചത്. ഇവരാണ് അവരെ തീവ്രവാദികളാക്കിയത്. സംശയമുണ്ടോ നിങ്ങൾക്ക്? വ്യക്തമായി പറയുകയാണത്. പിന്നെ തീർന്നില്ല. ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന നാട്ടിലേക്ക് പോകാൻ സൗകര്യമുണ്ടായിട്ട് പോകാതിരിക്കുന്നത് ദൈവവിരോധമാണ്. ഇതിന് ഉപോത്വൽകമായിട്ട് ഒരു ആയത്ത് വെച്ചിരിക്കുകയാണ്. എന്താണ്? അലം തകുൻ അർളുല്ലാഹി വാസിഅത്തുൻ, അലം തകുൻ അർളുല്ലാഹി വാസിഅത്തുൻ. പിന്നെയോ ഫതുഹാജിറു ഫീഹാ, അല്ലാഹുവിന്റെ ഭൂമി അതിവിശാലമാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ അതിലൂടെ ഹിജ്റ പോകണം. വേറൊരിടത്ത് ഇയാൾ പറഞ്ഞു, ഹിജ്റ പോകാത്തവൻ മുസ്ലിം ആവില്ല. പക്ഷെ ഇയാൾ ഇപ്പോൾ ഇവിടെ കുറ്റിയടിച്ച് കിടപ്പാ. ഇയാൾ എവിടെയും പോയിട്ടില്ല. എന്നാൽ ഇയാൾ ഇത് എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഇയാൾ ഇവിടെ തന്നെ കിടക്കുക. എന്നിട്ട് പറയാണ്, ഹിജ്റ പോകാത്തവൻ മുസ്ലിം ആവില്ല.
അള്ളാഹുവിന്റെ ഭൂമി അതിവിശാലമാണ്. എന്നിട്ട് എന്താ നിങ്ങൾ ഹിജ്റ പോകാത്തത്? ഹേ മനുഷ്യ, ഇയാളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. അള്ളാഹു പറയുന്ന ഹിജ്റ എന്ന് പറയുന്നത്, ആ ഹിജ്റ പോകാതെ ഒരുത്തനും മുഅ്മിനാവില്ല, ഒരുത്തനും മുസ്ലിം ആവില്ല. പക്ഷെ ആ ഹിജ്റ എന്ന് പറയുന്നത് ഭൗതികമായ ഹിജ്റയല്ല, നിന്റെ വിവരക്കേടിൽ നിന്ന് സാംസ്കാരികതയുടെ ഔന്നത്യത്തിലേക്കുള്ള മാനസികമായ ഹിജ്റ. നീ പോകണം. വിവരക്കേടിന്റെ പടുകുഴിയിൽ നിന്ന് സാംസ്കാരികതയുടെ ഔന്നത്യത്തിലേക്ക് നീ ഹിജ്റ പോയില്ലെങ്കിൽ മുസ്ലിം ആവുമോ? ആകില്ല. ഖുർആനിലെ വചനങ്ങൾക്ക് കൃത്യമായ അർത്ഥങ്ങളുണ്ട്, വളരെ കൃത്യമായ അർത്ഥങ്ങളുണ്ട്. അതിനെ കെട്ടുകഥകളുമായി കൂട്ടിച്ചേർക്കുമ്പോൾ ആദ്യം മനസ്സിൽ കടന്നു വരുന്നത് കെട്ടുകഥയാണ്. പണ്ടൊരാള് ഒരു ടൂർ പോയി, അയാൾ ചെന്നെത്തിയത് ഒരു മലമുകളിലാണ്. രാത്രി ഇയാൾക്ക് മുടി മുറിക്കണം. എന്നെ പോലെയല്ല, മുടി ഉള്ള ആളായിരുന്നു. അയാൾക്ക് രാത്രി മുടി മുറിക്കണം. മുടി മുറിക്കാൻ നോക്കിയപ്പോൾ 2 ബാർബർമാരുണ്ട്. ഒരുത്തന്റെ മുടി മുറിച്ചത് നന്നായിട്ടുണ്ട്, മറ്റൊരുത്തന്റെ മുടി അത്ര ഭംഗിയൊന്നുമില്ല. നിങ്ങളാണെങ്കിൽ ആരെ കൊണ്ട് മുടി മുറിപ്പിക്കും? നന്നായി മുടി മുറിച്ച ബാർബറെ കൊണ്ടല്ലേ? ഇയാളും അത് തന്നെ ചെയ്തു. പക്ഷെ നോക്കുമ്പോൾ മറ്റേ വൃത്തികെട്ട രീതിയിലാണ് ഇയാൾ മുറിച്ചു കൊടുത്തത്. കാരണം ഈ മനുഷ്യന് ചിന്താശക്തി ഇല്ലായിരുന്നു. അയാളുടെ മുടി ഈ ബാർബർ മുറിച്ചതും ഇയാളുടെ മുടി ആ ബാർബർ മുറിച്ചതുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അയാൾ നന്നായി മുറിക്കുന്നവനായതുകൊണ്ടാണ് ഇയാളുടെ മുടി നന്നായത്. അപ്പൊ ആരെ കൊണ്ട് മുടി മുറിപ്പിക്കണം? ചീത്തയായി മുടി മുറിച്ചാൽ അല്പം ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ ചിന്ത മാത്രം മതി ഖുർആൻ തിരിയാൻ. ഇത്രേ വേണ്ടു. പക്ഷെ ഇത്ര പോലും നമ്മൾ ചിന്തിക്കൂല. നമ്മൾ ചിന്തിക്കും. ഏത് കാര്യത്തിന് ചിന്തിക്കും എന്ന് അറിയാവോ? നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കും, നമുക്ക് കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ച് ചിന്തിക്കും, ഭാര്യയെ കുറിച്ച് ചിന്തിക്കും, ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കും, മക്കളെ കുറിച്ച് ചിന്തിക്കും, ചൂടിനെ കുറിച്ച് ചിന്തിക്കും, തണുപ്പിനെ കുറിച്ച് ചിന്തിക്കും, വൈദ്യുതിയെ കുറിച്ച് ചിന്തിക്കും, ഇല്ലേ? പക്ഷേ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കില്ല. ആ പണി ആരുടെ പണിയാ? ആ പണി മുസ്ലിയാക്കന്മാരുടെ പണിയാ. മുസ്ലിയാക്കന്മാരിൽ നിന്നത് മൗലവിമാർ ഏറ്റെടുത്തു. നമുക്ക് സുഖം ആണോ ഇല്ലയോ? വേറെ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് സംഭവിച്ചോ? തല കേട്ടാൻ നല്ല സുഖമാണ്. സംഭവിച്ചില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ആ വിഡ്ഢികളും ഈ വിഡ്ഢികളും എന്നോട് ക്ഷമിക്കുക. ഞാൻ നിങ്ങളുടെ സാധാരണഗതിയിൽ പ്രാസംഗികന്മാര് മുമ്പിലിരിക്കുന്ന സദസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു വചനം പറയും. ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, എന്റെ നാട്ടിലുള്ള ജനങ്ങളെ കുറിച്ചാണെന്ന്. ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ നിങ്ങളെ കുറിച്ച് തന്നെ പറയുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ വിഡ്ഢികളും ഈ വിഡ്ഢികളും തമ്മിൽ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. യു ഹാവ് ടു തിങ്ക് ഓഫ് ഇറ്റ്. അല്ലാഹു പറഞ്ഞിരിക്കുന്നത് നിങ്ങളോടാണ്. യാ അയ്യുഹന്നാസ്, നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ നാസിൽപ്പെടുമോ ഇല്ലയോ എന്ന്. ഓക്കെ. പിന്നെ സാംസ്കാരികവും, പിന്നെ ആ മനുഷ്യൻ പറയാണ് കാഫിറുകളുടെ രാജ്യത്ത് വിനോദയാത്ര പോലും പോകാൻ പാടില്ല. കാഫിർ ഇത് കേൾക്കാനുണ്ട് കേട്ടാ, കേൾക്കാനുണ്ട്. നല്ല ജഗത് ശ്രീമാരുടെ സിനിമ കണ്ട പോലെ ഉണ്ടോ കഴിയുമ്പോ? കേൾക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോന്നറിയോ, പണ്ടൊരു ഒരു ഭർത്താവ് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് ചെവിയേക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഡോക്ടറുടെ ഭാര്യയെ കൂട്ടിയിട്ട് വാ. ഇല്ല, ഞാൻ വിളിച്ചാൽ അവള് വരൂല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരാൻ പറഞ്ഞ് കുറെ കാശൊക്കെ കൊടുത്തിട്ട് ഡോക്ടറെ കൊണ്ടുപോയി. ഡോക്ടർ ഗേറ്റിലെത്തിയപ്പോൾ പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ ഭാര്യയെ ഒന്ന് വിളിക്കേ, അവളുടെ കേൾവി ശക്തി ഒന്ന് പരിശോധിക്കാനാ. ഇവിടെ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു, എടീന്നോ അങ്ങനെയൊക്കെയാണല്ലോ വിളിക്കുക അല്ലെ? പേര് വിളിക്കാനും വലിയ മടിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ ഒരു സുഹൃത്ത് സ്ഥിരമായിട്ട് ഭാര്യയെ മോളെന്നെ വിളിക്കൂ, ഭാര്യയെ. അപ്പൊ ഞാൻ കരുതി നല്ല സ്നേഹമാണ് ഭാര്യയോടെന്നാ. അവസാനം അവരോട് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, അവളെ പേരെനിക്ക് മറന്നിട്ട് കുറച്ചു കാലമായി, ഇനി എങ്ങനെയാ ചോദിക്കുക? അവിടെ മോളെന്ന് വിളിച്ചാൽ പ്രശ്നമില്ലല്ലോ, അങ്ങനെ വിളിക്കുന്നതാ. അപ്പൊ ഇയാൾ ഇവിടെ വന്നിട്ട് എടിയെന്ന് വിളിച്ചു, ഒരു മറുപടിയില്ല. അപ്പൊ ഡോക്ടർ നോട്ട് ചെയ്തു, ഗേറ്റിൽ നിന്ന് വിളിച്ചിട്ട് കേൾക്കുന്നില്ല. ഫ്രണ്ട് ഡോറിലെത്തി, അവിടുന്ന് വിളിച്ചു, അവിടുന്ന് കേൾക്കുന്നില്ല. അകത്തെ ഡോറിലെത്തി, അവിടുന്ന് കേൾക്കുന്നില്ല. അവസാനം കിച്ചന്റെ വാതിക്കലെത്തിയപ്പോ കിച്ചണിൽ ഇവരുന്ന് പണിയാ, അവിടുന്ന് വിളിച്ചിട്ടും മറുപടിയില്ല. അടുത്ത് ചെന്നിട്ട് തൊട്ട് വിളിച്ചപ്പോ ഈ സ്ത്രീ പറയാണ്, എന്താ മനുഷ്യാന്ന് ചോദിച്ചു. അല്ലേടി നിന്നെ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക, നീ എന്താ വിളി കേൾക്കാതിരുന്നത്? അപ്പൊ അവള് പറയാ, ഞാൻ വിളിച്ചാൽ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഇത്ര ദൂരെ നിന്ന് ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കില്ല എന്ന് എനിക്കറിയാം. ഇയാളാണ് ബധിരൻ, ഇയാൾക്കാ ചെവി കേൾക്കാത്തത്. എന്നിട്ട് ഈ മനുഷ്യൻ ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ നടക്കുക, ഈ താടിയും തടവിയിട്ട്. മനസ്സിലാക്കണം.
ആ വിഡ്ഢിത്തത്തിന്റെ പുറകെ പോകണോ വേണ്ടയോ എന്നുള്ളത് ബാക്കിയുള്ളവർ തീരുമാനിക്കേണ്ട കാര്യം. ഓക്കെ, പക്ഷെ ഒന്ന് മനസ്സിലാക്കാം, വിനോദയാത്ര പോകാം, കാഫറിന്റെ രാജ്യത്തേക്ക് പാടില്ല എന്നേ ഉള്ളൂ. ഇത്രയും കാലം പറഞ്ഞത് മ്യൂസിക്കും പാടില്ല, ഡാൻസും പാടില്ല, സ്പോർട്സും പാടില്ല, വിനോദവും പാടില്ല എന്നാ. ഇപ്പൊ പറഞ്ഞത് കാഫറിന്റെ രാജ്യത്തേക്ക് വിനോദയാത്ര പോകരുതെന്നാ. അപ്പൊ പോകാം. എങ്ങോട്ട് പോകണം? പാകിസ്ഥാനിലേക്ക് പോകാം. പോണോ? സിറിയയിലേക്ക് പോകാം. പോണോ? ഇറാനിലേക്ക്, ഇറാഖിലേക്ക് പോണോ? നിങ്ങൾ ഓക്കെ. മുസ്ലിങ്ങളെ ആക്രമിക്കുന്നവരെ ദേശീയതയുടെ പേരിൽ പോലും സഹായിക്കരുത്. ഈ മനുഷ്യൻ പറയുക, മുസ്ലിങ്ങളെ ആക്രമിക്കുന്നവരെ ദേശീയതയുടെ പേരിൽ പോലും സഹായിക്കരുത്. മാത്രമല്ല അവരെ പ്രശംസിക്കരുത്. ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ ഇന്ത്യൻ പട്ടാളത്തെ പ്രോത്സാഹിപ്പിക്കരുത്, ഇന്ത്യൻ പട്ടാളത്തെ പ്രശംസിക്കരുത്. കാരണം പാകിസ്ഥാനിലുള്ളതാരാ? ഇഖ്വാനുൽ മുസ്ലിമീൻ. ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം ഈ വിഷയത്തിന്റെ. ഇതെവിടെയാ ഇയാൾ പറയുന്നതെന്നറിയാവോ? ഇയാൾ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ കൊച്ചു കുട്ടികളുടെ കരച്ചിൽ കേൾക്കാനുണ്ട്, അവരുടെ ചിരി കേൾക്കാനുണ്ട്. കുടുംബ സദസ്സുകളിൽ കൊച്ചു കുട്ടികളെ പോലും മുമ്പിലിരുത്തിക്കൊണ്ട് രഹസ്യമായി ഇവർ പഠിപ്പിക്കുകയാണ് തർബിയത്ത് എന്ന പേരിൽ. എന്നിട്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം, ഇത് പുറത്തു വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. ഈ വിഡ്ഢിക്കറിയില്ല ഈ പറഞ്ഞതൊക്കെ നെറ്റിൽ കിട്ടും, ഇപ്പോഴും അന്വേഷിച്ചാൽ കിട്ടും. വേറൊന്ന് പറയുകയാണ്, പേഴ്സണൽ അസിസ്റ്റന്റായി കാഫറിനെ വെക്കരുത്. പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കാഫറിനെ വെക്കരുത്. മാപ്പിളാരെ തന്നെ പരിധി പിടിക്കണം. ഇതിന് തെളിവുണ്ട്. ആലു ഇമ്രാനിലെ 118 മുതൽ 120 വരെയുള്ള ആയത്തുകൾ. ആ ആയത്തുകളിൽ അല്ലാഹ് ലളിതമായ അർത്ഥത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ദോഷമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾക്ക് ദോഷം മാത്രമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനെ, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയിൽ ദുഃഖിക്കുന്ന ഒരുത്തനെ നിങ്ങളുടെ സഹായിയായി വെക്കരുത്. വെക്കാൻ പാടുണ്ടോ? അത് കാഫിറാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല, അത് ഇവര് കാഫിറാക്കിയത്. അത് അല്പം കൂടി ഉയർന്ന തലത്തിൽ വന്നാൽ അതിന്റെ ആശയം, അതിന്റെ അർത്ഥം മറ്റൊന്നാണ്. നിങ്ങളുടെ താഴ്ചക്ക്, നിങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണമാകുന്ന ഒരാശയത്തെ നിങ്ങൾ നിങ്ങളുടെ സഹായിയായി വെക്കരുത്. നിങ്ങളുടെ ഔന്നത്യത്തെ താഴോട്ട് പിടിച്ചു വലിക്കുന്ന ഒരാശയത്തെ നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. അത്രത്തോളം പോയില്ലെങ്കിലും അല്ലാഹ് പറഞ്ഞത് തന്നെ എന്താ? നിന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവനെ, നിന്റെ ഔന്നത്യത്തിൽ ദുഃഖിക്കുന്നവനെ നീ സഹായിയായി സ്വീകരിക്കുക. അതിനെ കൊണ്ടിട്ടാണ് ഈ കോലത്തിലാക്കിയിരിക്കുന്നത് ഈ മനുഷ്യൻ. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ മാതൃഭൂമി, മനോരമ, മാധ്യമം മാപ്പിളാരുടെ പത്രമാണ്, വർത്തമാനം, ചന്ദ്രിക, ഈ പത്രങ്ങളുടെയൊക്കെ കലണ്ടർ ഉപേക്ഷിക്കണം. ഹിജ്റ കലണ്ടർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മുസ്ലിം കലണ്ടർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഇവരൊക്കെ ഈ കാഫറുകളായി പോകും. കാരണം കാഫറുകളുടെ ഉത്സവങ്ങൾ, കാഫറുകളുടെ പ്രത്യേക ദിനങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും മാതൃഭൂമിയുടെ കലണ്ടറിൽ, മനോരമയുടെ കലണ്ടറിൽ. ഉണ്ടാവില്ലയോ? ഓണം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് പാടില്ല. ഈ മനുഷ്യൻ പഠിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എവിടെ നിന്നാ കിട്ടിയതെന്നറിയോ? ഇയാൾ അതിൽ പറയുന്നുണ്ട്, ഷെയ്ഖ് സാലിഹ് ഫൗസാൻ. എനിക്ക് പെട്ടെന്ന് ആ പേരൊന്നും മനസ്സിലാവില്ല. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ. ഇതും പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കുക. നമ്മുടെ തൊണ്ടയിൽ കൊള്ളാത്ത വലിയ പേരുകൾ പേരും, ആൾക്കാരുടെ പേര്. അൽ വലാ വൽ ബറാ, പുസ്തകത്തിന്റെ പേര് അൽ വലാ വൽ ബറാ. അതുകൊണ്ട് ഷെയ്ഖ് അവറുകൾ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പം നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. നമ്മളിത് കേൾക്കും. ഷെയ്ഖ് അവറുകൾ എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും സ്വീകരിക്കുമല്ലോ നമ്മള്. ഗൾഫിൽ നിന്ന് അറബിയിൽ അച്ചടിച്ച ഒരു നോട്ടീസ്, സിനിമാ നോട്ടീസ് കിട്ടിയാലും ഇവിടെ കൊണ്ടുവന്നിട്ട് മുത്തുന്ന കൂട്ടരല്ലേ നമ്മള്. ഇതിനകത്ത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കാറുണ്ട്. അറബിയിൽ അച്ചടിച്ചാൽ മതി, ഇല്ലേ? ഗൾഫിലെ സിനിമയുടെ നോട്ടീസ് ഏത് ഭാഷയിൽ അച്ചടിക്കാം?
അറബിയിലാണ് അല്ലേ? ആ നോട്ടീസ് ഒന്ന് ഉമ്മമ്മക്ക് കൊണ്ടുകൊടുത്തു വയ്ക്കാൻ. ഉമ്മമ്മ അത് പട്ടിൽ പൊതിഞ്ഞിട്ട് തട്ടിന്റെ മേലെ വെക്കുന്നു. ഇത് ഇവർക്കറിയാം. അപ്പം നല്ല ഒരു അറബി പേര് ഷെയ്ഖ് സാലിഹ് ഫൗസാൻ, നല്ല ഒരു പുസ്തകത്തിന്റെ പേര് അൽ വലാഅ് വൽ ബറാഅ്, അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത് എന്താണ്? ദൈവം നമുക്കിവിടെ ഒരു അവസരമാണ് തന്നിരിക്കുന്നത്. ആ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. എന്താണ് അവസരം? ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർ, ആ മനുഷ്യൻ കോൺട്രാക്ട് ജോബ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ തന്റെ സൂപ്പർവൈസറെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ജോലി അവസാനിപ്പിക്കുകയാണ്, പക്ഷെ അവസാനമായിട്ട് ഞാനൊരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ആ കോൺട്രാക്ട് ഒരു വീട് പണിയാനാണ്. പക്ഷേ ഈ വീട് പണിയാൻ ആവശ്യമായ ഫണ്ട് ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ഐ ആം ഗോയിങ് ഓൺ എ ടൂർ. ഞാൻ ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നീ ഈ പ്ലാൻ അനുസരിച്ച് വീട് തയ്യാറാക്കണം. പ്ലാൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഫണ്ട് അവിടെയുണ്ട്, നീ ചെയ്തുകൊള്ളുക. അയാൾ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ സൂപ്പർവൈസർ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും സർ? ഉത്തരം പറയാൻ കുറച്ച് മടിയുണ്ട്. കാരണം നമ്മുടെ തന്നെ കള്ളത്തരം അങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റുമോ? 99% പേരും ഫണ്ടിന്റെ പകുതി വീട്ടിൽ വെക്കും, ബാക്കി പകുതി കൊണ്ട് വീടുണ്ടാക്കും. ആ പകുതി കൊടുത്താൽ തന്നെ ഭാഗ്യം. ഞങ്ങളുടെ ജില്ലക്കാരാണെങ്കിൽ പകുതിയും കൊടുക്കൂല. ഞാൻ വരുന്ന ജില്ല അറിയാലോ, അവിടുന്ന് പകുതിയും ചെലവഴിക്കും അല്ലേ? ഇയാൾ അങ്ങനെ ചെയ്തു. കുറെ ഫണ്ട് വീട്ടിൽ കൊണ്ടുപോയി ബാക്കി കൊണ്ട് കള്ളത്തരം കാണിച്ചിട്ട് 6 ഇഞ്ച് ദൂരത്തിലിടേണ്ട കമ്പി 12 ഇഞ്ച് ദൂരത്തിലിട്ടു. 4 ഇഞ്ച് കനത്തിൽ വാർക്കുന്നതിന് പകരം 3 ഇഞ്ച് കനത്തിൽ വാർത്തു. സിമെന്റിന്റെ മിക്സിംഗ് റേഷ്യോ മാറ്റി, ക്വാളിറ്റി കുറഞ്ഞ സിമെന്റ് ഉപയോഗിച്ചു. അവസാനം നോക്കുമ്പോൾ ഒരു 50 ലക്ഷം ഇയാളുടെ വീട്ടിൽ 50 ലക്ഷത്തിന് വീടും ഉണ്ടായി. അറിയാം, ഇത് ലാസ്റ്റത്തെ ഡ്യൂട്ടിയാണ്, ഇനി ഡ്യൂട്ടി ഇല്ല, കിട്ടിയതൊക്കെ ലാഭമല്ലേ. തിരിച്ചു വന്നിട്ട് ഇയാൾ താക്കോല് കൊടുക്കുമ്പോൾ ഈ ഓണർ ഈ താക്കോല് തിരിച്ച് ഇയാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ വീട് നിനക്ക് എന്റെ സമ്മാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾ തട്ടിപ്പ് ചെയ്താൽ നമ്മൾ തന്നെ അനുഭവിക്കും. ഈ ലോകം നന്നാക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക ദൈവം. നമ്മളിത് ചീത്തയാക്കിക്കൊണ്ടേയിരിക്കുക. ഇതിൽ നിന്ന് പരമാവധി മോഷ്ടിക്കുക, പരമാവധി ഉപദ്രവിക്കുക, പരമാവധി ചീത്തയാക്കുക. വി ആർ സേഫ്. അങ്ങനെയാണ് ചിന്ത. വി ആർ നോട്ട് അറ്റ് ഓൾ സേഫ്. ഈ സമൂഹം നശിച്ചാൽ പിന്നെ ഞാനും നിങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഈ സമൂഹത്തെ നിലനിർത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ മുദ്രാവാക്യം ഐഡിയൽ മാൻ, ഐഡിയൽ സൊസൈറ്റി. An ideal man builds ideal society. Do you agree? ഒരു നല്ല മനുഷ്യനാണ് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുന്നത്. സോ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഓരോരുത്തരും നല്ലവനായി മാറുക. അപ്പൊ നല്ല സമൂഹമാവും. അവിടെ മറ്റവൻ എന്താണ് എന്ന് ചിന്തിച്ചിട്ട് അവനെ ഉപദ്രവിക്കാനല്ല നിൽക്കേണ്ടത്. യെസ്, ഓക്കെ. ഇവിടെ അദ്ദേഹം പിന്നെയും പറയാണ്, അവരുടെ ഉത്സവങ്ങളിൽ സഹായിക്കരുത്, സഹകരിക്കരുത്, ആശംസകൾ അർപ്പിക്കരുത്. ഓണം വരാൻ പോവല്ലേ, ഓണത്തിന് ആശംസ പറയരുത്, ആശംസ കാർഡുകൾ അയക്കരുത്. നിങ്ങളുടെ കടകളിൽ ആശംസ ബോർഡുകൾ പോലും തൂക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓണത്തിന്റെ ആയാലും മാത്രമല്ല, ഇത് ഈ മനുഷ്യൻ അന്യരുടെ ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഏതിലേക്കൊക്കെ പോകുന്നറിയോ? ബർത്ത്ഡേ ആരുടെ ബർത്ത്ഡേ? നിങ്ങളുടെ തന്നെ ബർത്ത്ഡേ. പക്ഷെ അത് അന്യമതസ്ഥന്റെ ആഘോഷമാണ്. അത് പാടില്ല, അതിന് ആശംസ അർപ്പിക്കാൻ പാടില്ല. ഹാപ്പി ബർത്ത്ഡേ ഇപ്പൊ ഷോർട്ടാക്കിയിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലുള്ളവർക്ക് ഒന്നിനും സമയമില്ലാതെ ഇപ്പൊ അവസാനം ഹാപ്പി ബർത്ത്ഡേ പറയാനില്ലാതുകൊണ്ട് HBD എന്നാ പറയാം. ആദ്യമൊക്കെ HBD എനിക്ക് മനസ്സിലായിട്ടില്ല, ഇതേത് ബീഡിയാണെന്ന് മനസ്സിലായിട്ടില്ല എനിക്ക്. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ബീഡി ദിനേശ് ബീഡി, സാധു ബീഡിയൊക്കെ. HBD ഒന്നും മനസ്സിലായില്ല. പിന്നെ നോക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ. ഇത് തേച്ചും പറയാത്തവൻ എന്തിനാ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോകുന്നത്? ഇത് തേച്ചും പറയാൻ സമയമില്ലാത്ത മറ്റവന്റെ മുഖത്തടിക്കുന്നതിന് തുല്യമാണ് HBD എന്ന് പറയുക. നിങ്ങൾ അതിന് എന്നെ എതിർത്താലും ശരി, അനുകൂലിച്ചാലും ശരി. എന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാ. ഒരാളോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് പകരം GM അത് പാടില്ല എന്നാ പറയുന്നത്. ഗുഡ് മോർണിംഗ് പറയാൻ പാടില്ല, ഹാപ്പി ബർത്ത്ഡേ പറയാൻ പാടില്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് ഭീകരതയാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇവിടെ ഇസ്ലാമിനെ ഭീകര മതമായി എല്ലാവരും കൂടി ചിത്രീകരിക്കുന്നു. അമേരിക്ക ചിത്രീകരിക്കുന്നു, ഇസ്രായേൽ ചിത്രീകരിക്കുന്നു, ബ്രിട്ടൻ ചിത്രീകരിക്കുന്നു, കമ്മ്യൂണിസം ചിത്രീകരിക്കുന്നു, ഫാസിസം ചിത്രീകരിക്കുന്നു എന്നൊക്കെ നമ്മൾ വല്ലാതെ വായിട്ടലക്കാറുണ്ട്. ഞാൻ പറയട്ടെ, അവര് ചിത്രീകരിക്കുന്നതേ ഉള്ളൂ. ഇതിനെ ഭീകരതയാക്കി മാറ്റുന്നത് നമ്മളാണ് ഇതിനെ ഭീകരത മതമാക്കി മാറ്റുന്നത്. നമ്മുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടിരിക്കുക, അതിന് പകരം ഇപ്പൊ ഹോണിന്റെ ശബ്ദം കൂട്ടി വെച്ചിരിക്കുക. പണ്ടൊരു വണ്ടിയുടെ ബ്രേക്ക് പോയപ്പോ മെക്കാനിക്കിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു നന്നാക്കാൻ. വൈകുന്നേരം തിരിച്ചു കൊടുക്കുമ്പോൾ മെക്കാനിക്ക് പറഞ്ഞു ബ്രേക്ക് നന്നാക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഹോണിന്റെ ശബ്ദം കൂട്ടിയിട്ടുണ്ട്. മതിയോ? ബ്രേക്ക് തന്നെ നന്നാവണം, നമ്മൾ തന്നെ നന്നാവണം. നമ്മളെ ചിത്രീകരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളാണ് നന്നാവേണ്ടത്. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ മനുഷ്യൻ മറ്റൊന്ന് പറയുകയാണ്, മുസ്ലിങ്ങൾ കൂട്ടമായി നിന്ന് ശക്തിപ്പെടണം. മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്ന് ശക്തിപ്പെടണം. ഒരു കെട്ടിടം പോലെ, കെട്ടിടത്തിൽ ഉദാഹരണം പറയുകയാണ് ഹദീസിൽ നിന്ന്, കെട്ടിടത്തിന്റെ ഇഷ്ടികകൾ പോലെ. അങ്ങനെ ഒരു ഹദീസില്ലേ? അതും ഞാനിവിടെ ഒരു സംഭവം പറയട്ടെ. ഈ അടുത്ത കാലത്ത് ഒരു ഇന്ത്യൻ ബോൺ അമേരിക്കൻ ഒരു തീസിസ് അവതരിപ്പിച്ചു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ. എന്തായിരുന്നെന്നറിയോ? ഇന്ത്യയിലെ വർഗീയതയായിരുന്നു വിഷയം. അതിന് അദ്ദേഹം തെരഞ്ഞെടുത്തത് 3 ജോഡി നഗരങ്ങളാണ്. 3 ജോഡി നഗരങ്ങൾ എന്ന് വെച്ചാൽ 6 നഗരങ്ങൾ. അറിയാമോ ഏതൊക്കെയാണെന്നറിയാമോ? 6 നഗരങ്ങൾ. ഒന്ന് അഹമ്മദാബാദ്, അതിന് ജോഡിയായിട്ട് സൂററ്റ്. മറ്റൊന്ന് ഹൈദരാബാദ്, അതിന് ജോഡിയായിട്ട് മീററ്റ്. പിന്നൊന്ന് അലിഗഡ്, അതിന്റെ ജോഡി ഭാഗ്യവശാൽ ഈ കോഴിക്കോടാണ്. അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിക്കപ്പെട്ട തീസിസിലെ 3 ജോഡി നഗരങ്ങളിലെ ഒരു നഗരമാണ് ഈ കോഴിക്കോട്. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകത, ഈ പറയുന്ന 3 ജോഡി നഗരങ്ങളിൽ ഓരോ നഗരങ്ങൾ വർഗീയതയുടെ പേരിൽ കലാപകലുഷിതമാണ്. മറ്റ് 3 നഗരങ്ങളും വർഗീയത കുറഞ്ഞ നഗരങ്ങളാണ്. അഹമ്മദാബാദിൽ വർഗീയതയുണ്ട്, സൂററ്റിലില്ല. ശരിയാണോ തെറ്റാണോ? ഹൈദരാബാദിൽ കലാപമുണ്ട്, മീററ്റിലില്ല. ശരിയാണോ തെറ്റാണോ? അലിഗഡിലുണ്ട്, കോഴിക്കോടില്ല. ശരിയാണോ തെറ്റാണോ? ഇതെന്തുകൊണ്ട് ഇങ്ങനെ ജോഡി തെരഞ്ഞെടുത്തെന്നറിയാമോ? ഈ ഓരോ നഗരങ്ങളിലെയും മുസ്ലിം ജനസംഖ്യ, ഹിന്ദു ജനസംഖ്യ, ഇത് രണ്ടും തമ്മിലാണല്ലോ പ്രധാന ഏറ്റുമുട്ടൽ, അല്ലേ? ബാക്കിയുള്ളവരൊക്കെ ഗാലറിയിലാണ്. ഇവരാണ് പ്രധാന കളിക്കാർ. ഈ നോക്കുമ്പോ ഓരോ നഗരങ്ങളിലെയും മുസ്ലിം ജനസംഖ്യയുടെ റേഷ്യോ, പെർസെന്റേജ് അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം കോഴിക്കോടിന്റെയും അലിഗഡിന്റെയും മുസ്ലിം ജനസംഖ്യ ഏകദേശം തുല്യമാണ്. ഇൻ ബിറ്റ്വീൻ 30 to 40 അലിഗഡിലും കോഴിക്കോടും. മാത്രമല്ല അതിശക്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അലിഗഡിലും കോഴിക്കോടും. ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ സമാനതകൾ കുറെ നോക്കിയാണ് ഈ ജോഡികൾ തെരഞ്ഞെടുത്തത്. പക്ഷെ അലിഗഡിൽ വർഗീയതയുണ്ട്, കോഴിക്കോട്ടില്ല. വൈ? ഇതാണ് ചിന്ത. ഈ മനുഷ്യനത അത് കൺക്ലൂഡ് ചെയ്യുന്ന എന്തിന്റെ പേരിലാണെന്നറിയോ? കാരണം കോഴിക്കോട്ടും അലിഗഡിലുമുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും വ്യത്യസ്തമായ കൂട്ടുകെട്ട് ശീലങ്ങൾക്കുടമകളാണ്. അലിഗഡിൽ മുസ്ലിങ്ങളെല്ലാം ഒരു ഭാഗത്തും ഹിന്ദുക്കളെല്ലാം മറ്റൊരു ഭാഗത്തും താമസിക്കുന്നു. പക്ഷേ കോഴിക്കോട് പരസ്പരം മിങ്കിൾ ചെയ്ത് താമസിക്കുന്നു. ശരിയാണോ തെറ്റാണോ? 2, അലിഗഡിൽ ഒരു വ്യാപാര സ്ഥാപനത്തിൽ പാർട്ട്ണർമാരായി ഹിന്ദുവിന് ഹിന്ദു മാത്രമേ പാർട്ട്ണറായി വരൂ, മുസ്ലിമിന് മുസ്ലിം മാത്രമേ പാർട്ട്ണറായി വരൂ. പക്ഷെ കോഴിക്കോട് അങ്ങനെയല്ല. ഹിന്ദുവും മുസ്ലിമും പാർട്ട്ണർമാരായ. ശരിയാണോ തെറ്റാണോ? അലിഗഡിൽ ഒരു കല്യാണം നടക്കുന്നുവെങ്കിൽ ഹിന്ദുവിന് വേറെ സദ്യ, മുസ്ലിമിന് വേറെ സദ്യ. പക്ഷെ കോഴിക്കോട് അങ്ങനെയല്ല, ഒരുമിച്ചാണ് സദ്യ.
ചുമട്ട് തൊഴിലാളികൾ പോലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് കോഴിക്കോട് പണിയെടുക്കുമ്പോൾ അലിഗഡിൽ വേറെ വേറെയാണ്. മനസ്സിലാക്കണം, ഇതാണ് വർഗീയതയുടെ അടിസ്ഥാന കാരണം. അപ്പൊ വർഗീയത ഇല്ലാതാക്കാൻ വേണ്ടി, ഭീകരവാദം ഇല്ലാതാക്കാൻ വേണ്ടി, രക്തച്ചൊരിച്ചിൽ ഇല്ലാതാക്കാൻ വേണ്ടി ഹിന്ദു പണ്ഡിതനും മുസ്ലിം പണ്ഡിതനും ഇസ്ലാമിക പണ്ഡിതനും ഒരുമിച്ച് വേദിയിൽ ഇരുന്ന് കെട്ടിപ്പിടിച്ചാൽ പോരാ. ഓണാഘോഷത്തിന് മുസ്ലിം 3 പേരും ഒരുമിച്ച് പങ്കെടുത്താൽ പോരാ. മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ കയറി നിന്ന് ഘോരഘോരം പ്രസംഗിച്ചാൽ പോരാ. വൈകുന്നേരങ്ങളിൽ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് കടൽ തീരങ്ങളിൽ പോയി കടൽക്കാറ്റ് ആസ്വദിക്കണം. അതാണ് വർഗീയത, ഭീകരവാദം ഇല്ലാതാക്കാനുള്ള മാർഗം എന്നീ മനുഷ്യൻ തെളിയിക്കുമ്പോഴാണ് ഈ താടിക്കാരൻ പറയുന്നത് മുസ്ലിങ്ങൾ വേറെ തന്നെ കൂട്ടുകൂടണം. ഇയാൾ എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? ഏത് ഖുർആനാണ് ഈ മനുഷ്യൻ പറയുന്നത്? ഖുർആൻ പറയുന്നു, ഒരു മനുഷ്യനിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണ്, നിങ്ങളെ ജാതികളും മതങ്ങളും അല്ലെങ്കിൽ വിഭാഗീയതകളായി തിരിച്ചിരിക്കുന്നത്. അത് ഏത് തലത്തിലെടുത്താലും, പദാർത്ഥ തലത്തിലായാലും ആശയതലത്തിലായാലും ഏത് തലത്തിലായാലും അത് നിങ്ങളിൽ ആരാണ് ക്രിയാത്മകമായി മെച്ചപ്പെട്ടവനെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ക്രിയാപരമായി മെച്ചപ്പെട്ടതാരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന് പറയുമ്പോഴാണ് ജനനം കൊണ്ട് മുസ്ലിങ്ങളായവരെ മുഴുവൻ ഒരുമിച്ച് നിൽക്കാൻ നടക്കുന്നത്. ഈ മനുഷ്യൻ ഒരുമിച്ച് കൂട്ടാൻ നടക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ ഇയാളോടൊപ്പമല്ല, നിങ്ങളോ? ഇത് ഒച്ചത്തിൽ പറയണം, തന്റെ ഇടത്തോടെ പറയണം, അഭിമാനത്തോടെ പറയണം. പോരാ, ഇത്തരം ആൾക്കാരെ ഈ നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യണമെന്ന് ആവശ്യപ്പെടണം. ഇത്തരം ആൾക്കാരെ നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങളാരും കരുതണ്ട ഇയാളെ കൊല്ലണം, ഇയാളെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയല്ല. ഒരു രാജാവ് പണ്ട് പട്ടാളത്തലവനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ശത്രുക്കൾ ഉണ്ടായിരിക്കുന്നു, അവരുടെ ക്യാമ്പിൽ പോകണം, ശത്രുക്കളെ കൊല്ലണം എന്ന് പറഞ്ഞു. പട്ടാളത്തലവൻ പട്ടാളക്കാരെയൊക്കെ കൂട്ടി രാജാവിനെയും കൂട്ടി പോയി അവരുടെ ക്യാമ്പിന്റെ പരിസരത്ത് പോയി കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനൊരു നിമിഷം അയാളുമായി ഒന്ന് ചർച്ച ചെയ്തിട്ട് വരാം, അവരുടെ തലവനുമായി ചർച്ച ചെയ്ത് തിരിച്ചു വന്നിട്ട് രാജാവ് പറഞ്ഞു പോകാം. അപ്പൊ പട്ടാളത്തലവൻ ചോദിച്ചു, യുദ്ധം ചെയ്യണ്ടേ, ഇവരെ അവസാനിപ്പിക്കണ്ടേ, ശത്രുക്കളെ കൊല്ലണ്ടേ? രാജാവ് പറഞ്ഞു, ശത്രുക്കളെ ഞാൻ കൊന്നു, ഇപ്പൊ ശത്രുക്കളില്ല. എന്താ? അവരുടെ ഉള്ളിലെ ശത്രുതയില്ലാതായാൽ പിന്നെ ശത്രുക്കളുണ്ടോ? ഇല്ല. ഭീകരവാദികൾക്കുള്ളിലെ ഭീകരവാദമില്ലാതെയായാൽ മതി. ഭീകരവാദികളല്ല ഇല്ലാതാവേണ്ടത്. അതിന് ഞാൻ യേശുവിന്റെ വചനം കടമെടുക്കുന്നു. കുറ്റവാളികളെയല്ല, കുറ്റങ്ങളെ നിഷ്കാസനം ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെ കെട്ടുകെട്ടിക്കണം. കെട്ടുകെട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലെ കുറ്റവാസന, ഇവരുടെ ഉള്ളിലെ വർഗീയത, വിഭാഗീയത, അത് കെട്ടുകെട്ടിക്കാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു. പിന്നെയും ഈ മനുഷ്യൻ പറയുകയാണ്, മുസ്ലിങ്ങളെ കളിയാക്കരുത്, ചതിക്കരുത്, ന്യൂനത വിളിച്ചു പറയരുത്. അവൻ നേരത്തെ പറഞ്ഞ ചോദ്യം വരും, ഹിന്ദുക്കളോടാകാമോ, അവരെ ചതിക്കാമോ? അത് നിങ്ങൾ തീരുമാനിച്ചോളുക. പിന്നെ മുശ്രിക്കുകൾക്കും കാഫറുകൾക്കും ഇടയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാണ് എന്ന് ഹദീസ്. അതിന് ഞാൻ പെടൂലെന്ന് റസൂല്. കുറെ കാര്യങ്ങളുണ്ട്. മുസ്ലിങ്ങളല്ലാത്തവരോട് നീതിയാവാം, പക്ഷെ സ്നേഹം പാടില്ല. ആ മനുഷ്യനത് വിശദീകരിച്ച് പറയാണ്, ഏതെങ്കിലും ഒരു അമുസ്ലിം എഴുത്തുകാരൻ നാളെ ഒരു പുസ്തകം എഴുതുമ്പോൾ എന്റെ ആത്മസുഹൃത്ത് ഒരു മുസ്ലിമായിരുന്നു എന്ന് എഴുതാൻ അവസരം കൊടുക്കരുത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? എന്നിട്ട് പറയാണ്, അവരോട് ചിരിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിലും വലുതാണോ അത്? അതായത് നാളെ വരെ അമുസ്ലിം സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുമ്പോ എന്റെ തൊട്ട് അയൽപക്കത്തിരുന്ന് ഉണ്ടായിരുന്ന മുഹമ്മദ് അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ അല്ലെങ്കിൽ ഹംസ അല്ലെങ്കിൽ ജാഫർ, അയാളായിരുന്നു എന്റെ ആത്മസുഹൃത്ത് എന്ന് എഴുതാൻ ഈ ജാഫർ, ഈ ഹംസ, ഈ അബ്ദുറഹ്മാൻ, ഈ മുഹമ്മദ് അവസരം കൊടുക്കരുത്. ഇതിലും വലിയ ഭീകരതയുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. എന്നാൽ ഒപ്പം തന്നെ പറയാണ്, അവരോട് ദഅവത്ത് നടത്തണം. മനസ്സിലാവുന്നുണ്ടോ? അവരെ വെറുക്കണം. അതായത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വെറുക്കണം. അതിന് തെളിവ് പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഒരു ഹദീസിൽ പറയാണ് പോലും, ചിലരെ കാണുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പല്ല് കടിക്കും, പക്ഷെ പുറത്ത് ചിരിക്കും. ഖുർആനിൽ
ശരി വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു തത്വശാസ്ത്രം പഠിപ്പിക്കുകയാണോ എന്ന് ചിന്തിച്ചു പോകും. തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രസിയാണോ? ഉള്ളിൽ വെറുപ്പ് വെച്ച് പുറത്ത് ചിരിക്കാൻ പഠിപ്പിക്കലാണോ ഹിപ്പോക്രസി? പണ്ടൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ പേരിൽ ഞങ്ങൾ ചില ഗിമ്മിക്കുകൾ കാണിക്കാറുണ്ടായിരുന്നു. ബോഡി ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന്റെ പേരിൽ ഇങ്ങനെ നിൽക്കരുത് എന്നൊക്കെ പറയും. സത്യം ശരിയാണ്, ഇങ്ങനെ നിൽക്കരുത്. പക്ഷെ പിന്നീട് മനസ്സിലായി ഇങ്ങനെ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഇവന്റെ മനസ്സ് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിന്നു പോകും, അറിയാതെ നിന്നു പോകും. അതുകൊണ്ട് പഠിപ്പിക്കേണ്ടത് നിന്റെ മനസ്സ് അടച്ചിടരുത് എന്നാണ് പഠിപ്പിക്കേണ്ടത്, അല്ലാതെ നീ കൈകെട്ടി നിൽക്കരുത് എന്നല്ല. ഈ മനുഷ്യൻ പറയുകയാണ് നിന്റെ മനസ്സ് അടച്ചിടുക, പക്ഷേ പല്ലുകൾ തുറന്നു വെക്കുക. നിങ്ങൾ ആലോചിച്ചു, ഏത് ഇസ്ലാമാണത്, ഏത് ഖുർആനാണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരിക. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ഇല്ല, ഈ തത്വശാസ്ത്രത്തിന്റെ കൂടെയും ഇല്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ രസകരമായ ഒരു സംഗതിയാണ്, നിങ്ങൾ എല്ലാവരും എവിടേക്ക് ടൂർ പോകാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ വീടിന്റെ താക്കോൽ ഏൽപ്പിക്കാൻ 2 അയൽവാസികളുണ്ട്, ഒരു മുസ്ലിം ഒരു ഹിന്ദു. ഹിന്ദു സത്യസന്ധനാണ്, മുസ്ലിം വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. എന്നാലും താക്കോല് മുസ്ലിമിന് കൊടുക്കണം. ഇയാൾ പറയുകയാണ് എന്നാലും താക്കോല് മുസ്ലിമിനെ ഏൽപ്പിക്കണം. എവിടുന്ന് കിട്ടി ഇതൊക്കെയെന്ന് എനിക്കറിയില്ല. അമുസ്ലിമിനോട് ബന്ധപ്പെടില്ലെന്ന് തുറന്ന് പറയണം. അമുസ്ലിമിനോട് പറയണം നീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, നീയുമായിട്ട് യാതൊരു കച്ചവടം എനിക്കില്ല, പക്ഷെ നീ തൗഹീദ് സ്വീകരിക്കണം. സ്വീകരിക്കുമോ? പോയി പറയണമെന്നാ പറയുന്നത്. വിഡിത്തത്തിന്റെ സ്വർഗത്തിലാണ് ഇവരൊക്കെ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. പണ്ടൊരു സ്വാമിജിയെ ഞാനൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് അനൗൺസർ എടുത്തിട്ട് പോയിട്ട് പറയാണ്, ഒന്ന് മൈക്ക് തരുമോ, ഒന്ന് അനൗൺസ് ചെയ്യാനുണ്ട്. അവ കൊടുത്തു. ഇയാൾ പറയാണ്, എന്റെ കൂടെ വന്ന് 49 പേർക്ക് വഴി തെറ്റി. ഇവര് 50 പേര് ഒന്നിച്ച് വന്നതാ, ഇതിന് 49 പേർക്ക് വഴി തെറ്റി. ഇയാൾക്കല്ല, വഴി തെറ്റിയിട്ട് ചുടുകാട്ടിൽ ചെന്ന് നിന്നിട്ട് ഇയാൾ താടിയും തടവിയിട്ട് പറയാ ഈ ലോകത്തിന് മുഴുവൻ വഴി തെറ്റിയത്. ഹേ മനുഷ്യ, നിനക്കാണ് വഴി തെറ്റിയത്. നിനക്ക് ഖുർആൻ മനസ്സിലായിട്ടില്ല, നിനക്ക് അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ല, നിനക്ക് റസൂലിനെ മനസ്സിലായിട്ടില്ല, റിസാലത്ത് മനസ്സിലായിട്ടില്ല. നിനക്ക് ആകെ മനസ്സിലായത് ആരെയാ? ഫൗസാൻ ഷെയ്ഖിനെ മാത്രം. ഫൗസാൻ ഷെയ്ഖിന് അവിടെ കിടക്കുകയാണ്. ഓക്കെ, പിന്നെ പറയാണ്, ബാപ്പയും ഉമ്മയും മുശ്രിക്കാണെങ്കിൽ മനസ്സിലാക്കണം, ഈ മുശ്രിക്ക് ആരാന്നറിയോ? ഇവരുടെ കാഴ്ചപ്പാടിൽ സുന്നികളായിരുന്നവർ മുജാഹിദായാൽ സുന്നിയായ ഉമ്മയും ബാപ്പയും ആരാ? മുശ്രിക്കാണ്. ആ ഉമ്മയെയും ബാപ്പയെയും വെറുക്കണം, പോലും പച്ചയായി വെറുക്കണം അവരെ. മുസ്ലിമായ മുഅ്മിനായ ഉമ്മയെ നോക്കും പോലെ മുശ്രിക്കത്തായ ഉമ്മയെ നീ നോക്കേണ്ടതില്ല. ഇയാൾ ഉപദേശിക്കുക. ഒരു ബോർഡിനകത്ത് പള്ളിയുടെയും ക്ഷേത്രത്തിന്റെയും പേരുകൾ ഒരുമിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കേരളത്തിൽ അങ്ങനെ പലയിടത്തും ഉണ്ട്, ഇല്ലേ? ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് മായ്ച്ചു കളയുക. അങ്ങനെ എഴുതാൻ പാടില്ല, എഴുതിയ കാഫ്രം. ഇന്ന് തന്നെ പോയിട്ട് മായ്ച്ചു കളയുക. ഈ മനുഷ്യൻ പറയുക. പിന്നെ സ്വാമിമാർക്ക് യാത്രയപ്പ് കൊടുത്താൽ തൗഹീദ് നഷ്ടപ്പെടും. ശബരിമലക്ക് പോകുന്ന സ്വാമിമാർക്ക് യാത്രയപ്പ് കൊടുത്താൽ, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ തൗഹീദ് നഷ്ടപ്പെടും. ഇങ്ങനെ പോയ കുറേ കാര്യങ്ങൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട്. ഞാൻ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് മാത്രം വരിക. ഇവിടെ ഈ മനുഷ്യൻ മൊത്തത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പ് മാത്രം സൂക്ഷിക്കുക. ആമയുടെ പുറന്തോട് പോലെ അതികഠിനമായ ഒരു പുറന്തോട് നമുക്ക് ചുറ്റും പണിത് അതിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഞാനാണ് ശരി എന്ന് ഭാവിക്കാനുള്ള ഒരു നാരോ മൈൻഡഡ്നെസ്, അതാണ് നമ്മളെ ഈ മനുഷ്യൻ പഠിപ്പിക്കുന്നത്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്നത് വിശാലതയാണ്. ആ ഖുർആനിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രസംഗം ലീക്കൗട്ടായി നാട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളായപ്പോ ഇയാൾ ഈ അടുത്ത കാലത്ത് കോഴിക്കോട് വെച്ച് ഇതിനൊരു വിശദീകരണം പറഞ്ഞു. ഈ മനുഷ്യൻ അടുത്ത കാലത്ത് ആ വിശദീകരണം എന്താണെന്നറിയോ? ഇയാൾ ചോദിക്കുകയാണ്, അൽ വലാഉ വൽ ബറാഉ പഠിപ്പിച്ചാൽ ഞാൻ ഭീകരവാദിയാകുമോ? അത് ഹദീസിലുള്ളതല്ലേ? എന്നിട്ട് തറപ്പിച്ച് പറയുകയാണ്, അവസാനത്തെ ആണി ഇസ്ലാമിന്റെ നേരെ, ഈമാനിന്റെ നേരെ, ഖുർആനിന്റെ നേരെയുള്ള അവസാനത്തെ ആണി ഈ മനുഷ്യൻ അടിക്കുക. എന്താ പറയുന്നറിയോ? നിന്റെ അയൽവാസിയായ മുശ്രിക്കിന്റെ വീട്ടിലെ വെളിച്ചം പോലും നിന്റെ പറമ്പിൽ വീഴാൻ പാടില്ല. അവസാനം പറഞ്ഞതാ.
ഇന്ന് പോയിട്ട് മതിലിന്റെ ഉയരം ലൈറ്റിനേക്കാളും മേലെയാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതെന്താ ഈ പഠിപ്പിക്കുന്നത്? ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചും കൊണ്ട്, ഇതൊക്കെ നമ്മൾ വെച്ചിരുന്നും കൊണ്ട് ഇസ്ലാമിനെ മറ്റുള്ളവർ വെറുതെ പറയുന്നു എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? ആരാണ് തിരുത്തേണ്ടത്? ഇവർ വലിയ വായിൽ വിലപിക്കും. എന്താണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകരായിരുന്നു മുസ്ലിങ്ങൾ. സത്യമാണ്, ലോകത്തിന്റെ നായകരായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിന് ഇസ്ലാമിനെ വേണ്ട, ഈമാനിനെ വേണ്ട, മുസ്ലിങ്ങളെ വേണ്ട. അത് ലോകത്തിന്റെ ദോഷമാണോ? ഇന്നത്തെ മുസ്ലിങ്ങളുടെ ദോഷമാണോ? നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അനിസ്ലാമിക തത്വശാസ്ത്രത്തിന്റെ കാരണമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണ്ടൊരു കുട്ടി സ്ഥിരമായി ഒരു ബേക്കറിയിൽ ബ്രെഡ് വാങ്ങാൻ പോകും. സ്ഥിരമായിട്ട് വെണ്ണ കൊണ്ട് കൊടുത്തിട്ട് ബ്രെഡ് വാങ്ങലാണ്. ആദ്യത്തെ ദിവസം 4 കഷ്ണം ബ്രെഡ് കൊടുത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ 3 കഷ്ണമായി. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2 കഷ്ണം. ബ്രെഡിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നപ്പോൾ ഇയാൾ പരാതി കൊടുത്തു. അവസാനം ബേക്കറിക്കാരനെ വിളിച്ചു. എനിക്ക് പണ്ടത്തതുപോലെ കിട്ടുന്നില്ല, 14 നൂറ്റാണ്ട് മുമ്പത്തതുപോലെ ഇപ്പൊ കിട്ടുന്നില്ല എന്നാണല്ലോ പരാതി. ഈ കുട്ടി പറഞ്ഞു, പണ്ടത്തതുപോലെ കിട്ടുന്നില്ല. അപ്പൊ കൊടുക്കുന്ന ബേക്കറിക്കാരനെ ജഡ്ജി വിളിച്ചു. എന്താ നീ ഇത് കുറയ്ക്കാൻ കാരണം? അയാൾ പറഞ്ഞു, ഞാൻ തൂക്കുന്നത് അവൻ കൊണ്ടുവരുന്ന വെണ്ണ ഒരു തട്ടിൽ വെക്കും, മറ്റേ തട്ടിൽ ഞാൻ ബ്രെഡ് വെക്കും. ഇത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നത് കുറഞ്ഞതാണ് കാരണം. നിന്നെ ലോകം തള്ളിയിട്ടുണ്ടെങ്കിൽ, നിന്റെ തത്വശാസ്ത്രത്തെ ലോകം തള്ളിയിട്ടുണ്ടെങ്കിൽ, നിന്റെ തത്വശാസ്ത്രം ലോകത്തിന് നേരത്തെ കൊടുത്തതൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല. ആ തത്വശാസ്ത്രത്തിന്റെ വക്താക്കൾ നേരത്തെ ലോകത്തിന് സമാധാനത്തിന്റെ വക്താക്കളായിരുന്നു. ഇന്ന് സമാധാനത്തിന്റെ വക്താക്കളല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബൈബിളിലുണ്ട് ഭീകരവാദം, പ്രത്യക്ഷ വായനയിൽ ഭഗവത്ഗീതയിലുണ്ട്, രാമായണത്തിലുണ്ട്, മനുസ്മൃതിയിലുണ്ട്, ഖുർആനിലുണ്ട്. പ്രത്യക്ഷ വായനയിൽ മാത്രം. ഇവിടെ ഈ പ്രത്യക്ഷ വായനയിലുള്ള ഭീകരവാദം നടപ്പാക്കാൻ മുസ്ലിങ്ങളിൽ ചിലർ നടക്കും പോലെ ഹിന്ദുക്കളിൽ ചിലരും ക്രിസ്ത്യാനികളിൽ ചിലരും നടന്നിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കേ. ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയല്ലാത്തവനെ, കർത്താവിനെ ദുഷിച്ചവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എന്നും പറഞ്ഞ് ക്രിസ്ത്യാനികൾ ഇറങ്ങിയാൽ, ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈ പരമശിവൻ യുദ്ധം ചെയ്തത് ഇത്തരം തിന്മകളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരമശിവന്റെ വക്താക്കൾ ഇറങ്ങിയാൽ ഈ കോഴിക്കോട് നഗരം യുദ്ധക്കളമായി മാറില്ലേ? ആലോചിച്ചു നോക്കണം. മറ്റുള്ളവരുടെ സമാധാന മനോഭാവത്തെ ഭീരുത്വമായി കാണുന്നിടത്ത് സ്വന്തം അധപ്പതനവും സ്വന്തം നാശവും കിടക്കുന്നു എന്നിവരെ മനസ്സിലാക്കാത്തിടത്തോളം എല്ലാവരും ഇതിന്റെ ഇരകളായി മാറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഭീകരതയോടൊപ്പം ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു, പച്ചയായി പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഞങ്ങൾ ഖുർആനിനോടൊപ്പം ഇല്ല എന്നല്ല, ഞങ്ങൾ ഇസ്ലാമിനോടൊപ്പം ഇല്ല എന്നല്ല, ഞങ്ങൾ ഈമാനിനോടൊപ്പം ഇല്ല എന്നല്ല. പകരം അതിന്റെ അർത്ഥം ഞങ്ങളാണ് ഇസ്ലാമിന്റെ വക്താക്കൾ, ഞങ്ങളാണ് ഖുർആനിന്റെ വക്താക്കൾ, ഞങ്ങളാണ് ഈമാനിന്റെ വക്താക്കൾ. അത് തുറന്നടിക്കാൻ നമുക്ക് കഴിയണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവരെ എന്ത് പറയുമ്പോഴും ഖബറിൽ നിന്ന്, പരലോകത്ത് നിന്ന് പകരം കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ഈ ആൾക്കാരെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ ലോകം നിങ്ങൾ നരകമാക്കണം, പക്ഷേ പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇതാണ് പറയുന്നത്. പണ്ടൊരാള് അയാൾ ഭാര്യയോട് പറഞ്ഞു, ഞാൻ മരിച്ചാലും എന്റെ സ്വത്തുക്കളൊക്കെ എനിക്ക് തന്നെ തരണം, പണമൊക്കെ എനിക്ക് തന്നെ തരണം, മരിച്ചാലും തരണം. മരിച്ചു കഴിഞ്ഞ ശേഷം കിട്ടാൻ വേണ്ടി അയാൾ കാത്തിരിക്കുക. എന്നിട്ട് ഈ ഭാര്യ എന്ത് ചെയ്തെന്നറിയാവോ? മരിച്ചു കഴിയുമ്പം ജഡ്ജി ചോദിച്ചു, ഈ വസിയത്ത് നോക്കിയിട്ട് ചോദിച്ചു, അയാൾക്ക് കൊടുക്കാനുള്ളതൊക്കെ അയാൾക്ക് കൊടുക്കണ്ടേ, അതുകൊണ്ട് ഖബറിൽ കൊണ്ടുവെക്ക്, അയാളുടെ ഡെഡ് ബോഡി വെച്ചിരിക്കുന്ന കുഴിമാടത്തിൽ കൊണ്ടുവെക്ക്, അയാളുടെ സമ്പാദ്യം മുഴുവൻ. ഭാര്യ ഒരു ചെക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, അയാളുടെ സമ്പാദ്യം മുഴുവൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അതിന്റെ ചെക്കാണിത്. ഈ ചെക്കും കാണിച്ചിട്ടാണ് ഇവര് നമ്മളെ ഭീകരവാദികളാക്കാൻ ക്ഷണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഞാനൊന്ന് പറയട്ടെ, ഈ ഭൂമിയിൽ നരകം സൃഷ്ടിച്ചുകൊണ്ട് പരലോകത്ത് സ്വർഗം നേടിയെടുക്കാമെന്ന് ആരും ആഗ്രഹിക്കണ്ട. പരലോകത്തെ സ്വർഗം ഈ ഭൂമിയിലെ സ്വർഗത്തിന്റെ തുടർച്ചയാണ്.
ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്ന സ്വർഗത്തിന്റെ തുടർച്ചയാണ് ആഖിറത്തിലെ സ്വർഗം. അതിനുവേണ്ടി പരിശ്രമിക്കാൻ കഴിയണം. അതല്ലാത്തതിനോ എതിരെയൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ അസ്ഹാബുൽ കൗഫ് എഴുന്നേറ്റ് നിന്നതുപോലെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണം. ഇത് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.